നമസ്കാരം. സാമ്പാർ മുന്നണി ഇന്ത്യക്ക് നല്ലതല്ലെന്ന് ജനം കരുതുന്നുവെന്നാണ് ഇന്ത്യ ടുഡേക്ക് നൽകിയ അഭിമുഖത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത്. അതുകൊണ്ട് 2024 BJP തന്നെ അധികാരത്തിൽ എത്തും എന്ന് പ്രവചിക്കുന്നു മോദി. ഇന്ത്യ മുന്നണിക്കെതിരെ ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം സാമ്പാർ മുന്നണികൾ കുടുംബ രാഷ്ട്രീയത്തിന്റെയും അഴിമതിയുടെയും കെടുകാര്യസ്ഥതയുടെയും പ്രതീകങ്ങളാണ് എന്നാണ്. NDA എന്ന മുന്നണിയെപ്പോലും നരേന്ദ്രമോദി തള്ളിപ്പറയുകയാണ്. ഇന്ത്യ മുന്നണി മോദിയെ ആശങ്കാകുലനാക്കുന്നുണ്ട്. സ്വാഗതം സ്പെഷ്യലിസ്റ്റിലേക്ക്. നമ്മളോടൊപ്പം അതിഥികളായി കോൺഗ്രസ് വക്താവ് അനിൽ ബോസ്, BJP വക്താവ് പ്രിന്റു മഹാദേവ്, മാധ്യമപ്രവർത്തകൻ ജോർജ് പൊടിപ്പാറ എന്നിവർ. ആദ്യം പ്രിന്റുവിലേക്ക്. പ്രിന്റു, ഈ സാമ്പാർ മുന്നണി, മിലി ജുലി സർക്കാർ എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിളിക്കുന്നത്. സാമ്പാർ മുന്നണി എന്നൊക്കെ വേണമെങ്കിൽ മലയാളത്തിൽ പറയാം. അത് നല്ലതല്ല എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ മുന്നണി രാഷ്ട്രീയത്തെ തന്നെ മോദി തള്ളിപ്പറയുകയാണ്. കോള് കട്ടായിട്ടുണ്ട്. ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ ഇന്ത്യ ടുഡേ അഭിമുഖത്തിൽ പറഞ്ഞു സാമ്പാർ മുന്നണി രാജ്യത്തെ ആപത്താണെന്നുള്ള കാര്യം. മുന്നണി സംവിധാനത്തെ മുഴുവൻ നമുക്കറിയാം. മുന്നണി സംവിധാനങ്ങളുടെ ഒരു ചരിത്ര പശ്ചാത്തലം പരിശോധിച്ച് കഴിഞ്ഞാൽ ഇന്ത്യ ചരിത്രത്തിൽ 5 മുന്നണി സംവിധാനങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അതിൽ 6ാമത്തെ മുന്നണിയാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണി വരുന്നത്. ഇതിലെ 5 മുന്നണികളിൽ NDA മുന്നണി ഒഴികെ ബാക്കി എല്ലാ മുന്നണികളും ഇന്ത്യയുടെ ചരിത്ര പശ്ചാത്തലത്തിൽ പരാജയപ്പെട്ട മുന്നണികളാണ്. നരേന്ദ്രമോദി പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു വസ്തുത നമ്മൾ മനസ്സിലാക്കണം. 7 കുടുംബങ്ങളിൽ നിന്നുള്ള കുടുംബാധിപത്യ മുന്നണിയാണ് ഇതിനകത്തുള്ളത്. നമ്മൾ വിചാരിക്കും ഇവിടുത്തെ ഇന്ത്യയിലെ സമസ്ത ജനങ്ങളെയും പ്രതിനിധീകരിക്കുന്ന പാർട്ടികളാണെന്ന്. നിങ്ങൾ സത്യസന്ധമായിട്ട് നമ്മൾ ഓരോ ആളുകളുടെ എനിക്ക് പൂർത്തീകരിക്കാൻ സമയം തരണം. ഞാനൊന്ന് പറയട്ടെ. ഒന്ന്, DMK മുന്നണി നോക്കൂ. കരുണാനിധിയും സ്റ്റാലിനും അഴഗിരിയും അടങ്ങുന്ന DMK മുന്നണി, അവിടെയും മക്കൾ ആധിപത്യമാണ്. ഇനി നിങ്ങൾ ബീഹാറിലേക്ക് നോക്കുക. ലാലു പ്രസാദും അദ്ദേഹത്തിൻ്റെ മക്കളും ഭാര്യയും അടങ്ങുന്ന മുന്നണി സംവിധാനം. ഇനി നിങ്ങൾ കാശ്മീരിലേക്ക് നോക്കുക. ഒരു ഭാഗത്ത് ഒമർ അബ്ദുള്ള, ഷെയ്ഖ് അബ്ദുള്ള, ഫറൂഖ് അബ്ദുള്ള, ഒമർ അബ്ദുള്ള കുടുംബാധിപത്യം. ഇനി അവിടെ പ്രതിപക്ഷമായിട്ടുള്ള മുഫ്തി മുഹമ്മദ് സെയ്ദിൻ്റെ മകൾ മെഹബൂബ മുഫ്തി. ഇനി നിങ്ങൾ ശിവസേന നിങ്ങൾ നോക്കൂ, ശിവസേനയിലേക്ക് വരൂ. അപ്പോൾ നോക്കൂ, സമ്പൂർണ്ണമായിട്ട് കുടുംബാധിപത്യം കുറേ കാലങ്ങളായിട്ട് ഇന്ത്യൻ ജനാധിപത്യത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ചില സംസ്ഥാനങ്ങളുടെ അട്ടിപ്പേറവകാശം ഞങ്ങളുടെ സ്വന്തമാണെന്ന് കരുതി ഈ രാജ്യത്തിൻ്റെ സകല സമ്പാദ്യങ്ങളും സർവ്വസ്വത്തും കൊള്ളയടിച്ചുകൊണ്ട് ഈ രാജ്യത്തെ അധോഗതിയിലേക്ക് നയിച്ചിരുന്ന ഒരു പറ്റം ആളുകളുടെ ഒരു അധോലോക സംഘത്തിൻ്റെ കൂട്ടായ്മയായിട്ടാണ് നമുക്ക് ഈ സത്യത്തിൽ ഇന്ത്യ മുന്നണിയെ കാണാൻ പറ്റുകയുള്ളൂ. ഇതിൻ്റെ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ പശ്ചാത്തലം നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാലോ. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം കുടുംബ പശ്ചാത്തലമാണ്. അപ്പോൾ എല്ലാ കാലഘട്ടത്തിലും ഇപ്പോൾ കഴിഞ്ഞൊരു 9 വർഷമായിട്ട് നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം ഇവരൊക്കെ ആശങ്കുലകരാണ്. കാരണം മറ്റൊന്നുമല്ല, നമുക്കറിയാം എല്ലാ കാലഘട്ടത്തിലും ഇവരുടെ ഉപജീവന മാർഗം എന്ന് പറയുന്നത് ഈ രാജ്യത്തിൻ്റെ സമ്പത്ത് അടിച്ചു മാറ്റി ഇവരൊക്കെ വളർന്ന് വലുതാക്കിക്കൊണ്ട് വലിയ ഭീമന്മാരാവുക, ദശകോടീശ്വരന്മാരുടെ പട്ടികയിലേക്ക് ഈ രാഷ്ട്രീയ നേതാക്കളും മുഖ്യമന്ത്രിമാരും മാറുന്ന സാഹചര്യമാണ് ഇന്ത്യയിലുള്ളത്. ഈ ഒരു സാഹചര്യത്തെയാണ് കൃത്യമായി വിലയിരുത്തിക്കൊണ്ട് നരേന്ദ്രമോദി പറഞ്ഞത് ഇന്ത്യയെ കെടുകാര്യസ്ഥതയിലേക്കും സ്വജനപക്ഷപാതത്തിലേക്കും മാറ്റുന്ന ഈ മുന്നണി സംവിധാനം ഈ രാജ്യത്തിന് അപകടമാണ്. ഇതിന് രണ്ടാമതൊരു വസ്തുത നിങ്ങൾ നോക്കൂ. ജനതാ പാർട്ടി ആദ്യത്തെ മുന്നണി സംവിധാനം എന്ന രീതിയിൽ കോൺഗ്രസിനെതിരെ വന്നത് ജനതാ പാർട്ടിയാണ്. ജനതാ പാർട്ടിയുടെ ആയുസ്, ആ പാർട്ടിയിൽ BJP അടക്കമുള്ള അംഗങ്ങൾ ഉണ്ടായിരുന്നു. BJP അടക്കം പ്രാതിനിധ്യമുള്ള മൊറാർജി ദേശായിയുടെ സമിതിയായിരുന്നു. നോക്കൂ, ആ സമയത്ത് 2 പ്രധാനമന്ത്രിമാരാണ് 2 വർഷം കൊണ്ടുണ്ടായത്, മൊറാർജി ദേശായും ശരൺ സിംഗും. അതിനുശേഷം നിങ്ങൾ നോക്കൂ, ചന്ദ്രശേഖർ വരുന്നു, അതിനുശേഷം VP സിംഗ് വരുന്നു, അതിനുശേഷം ദേവഗൌഡ് വരുന്നു. അപ്പോൾ നോക്കൂ, ഈ മുന്നണി സംവിധാനം സത്യത്തിൽ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ശാപമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രാദേശിക മുന്നണി സഖ്യം. ഈ പ്രാദേശിക മുന്നണി സഖ്യം എല്ലായ്പ്പോഴും നെടുനായകത്വം വഹിക്കാൻ ഒരാളില്ലാത്ത സാഹചര്യമാണ്. ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ഒരു നെടുനായകത്വത്തിലേക്ക് വരാത്തോടത്തോളം കാലം ആ മുന്നണി സംവിധാനം പരാജയപ്പെടും. ഇന്ന് സ്വാഭാവികമായി 50 പാർലമെൻറ്റ് സീറ്റിനപ്പുറത്തേക്ക് കടക്കാനുള്ള സാഹചര്യം ഇന്ന് കോൺഗ്രസിനില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഈ കുറേ കാലങ്ങൾ കഴിഞ്ഞ 9 വർഷമായി ഈ രാജ്യത്തിൻ്റെ സമ്പത്ത് മുഴുവൻ കൊള്ളയടിക്കാൻ തക്കം പാർത്തിരിക്കുന്ന ആളുകളൊക്കെ ഇന്ന് കയ്യകലത്തപ്പുറത്താണ്. അവർ സ്വാഭാവികമായി ഒന്നിക്കുന്നതിനപ്പുറത്തേക്ക് യാതൊരു പ്രസക്തിയും ഈ ഇന്ത്യ മുന്നണിക്കില്ല. അത് കാലം തെളിയിച്ചതാണ്, ഇനി തെളിയിക്കാൻ പോകുന്നതാണ്. ബദൽ എന്ന രീതിയിൽ ഇപ്പോൾ നരേന്ദ്രമോദിയെ നിങ്ങൾ പരിശോധിച്ചു, അദ്ദേഹത്തിൻ്റെ വികസന നേട്ടങ്ങൾ, അദ്ദേഹം 9 വർഷം കൊണ്ട് ഈ രാജ്യത്ത് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ഞാൻ ഒറ്റ കാര്യം പറയാം. നിങ്ങൾ നോക്കൂ, കഴിഞ്ഞ 1ാം UPA സർക്കാരിലും 2ാം UPM സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയത് ഈ മുന്നണി സംവിധാനത്തിലെ DMK അല്ലേ. 2Gയുടെയും 3Gയുടെയും കൽക്കരി കുംഭകോണത്തിൻ്റെ അഴിമതി, അന്ന് മാത്രം 5 ലക്ഷം കോടിയുടെ അഴിമതിയാണ് ഈ പ്രാദേശിക കക്ഷികൾ നടത്തിയിട്ടുള്ളത്. ഇനി ഇതിൽ മറ്റൊരാളാണല്ലോ തേജസ്വി യാദവ്, അദ്ദേഹത്തിൻ്റെ പിതാവ് ഏത് കേസിനാണ് അകത്ത് കിടന്നത്?
കാലിത്തീറ്റ കുംഭകോണമാണ് നോക്കണം നമ്മൾ. ഇവിടെ പഞ്ചസാര കുംഭകോണം, കൽക്കരി കുംഭകോണം, ഇങ്ങനെ കുംഭകോണങ്ങളുടെ പെരുമഴ സൃഷ്ടിക്കാനാണ് ഈ മുന്നണി സംവിധാനം ഈ രാജ്യത്തിന് ശ്രമിച്ചിട്ടുള്ളത്. ഇന്ത്യ ചരിത്രത്തിൽ 30 വർഷവും ഈ രാജ്യത്തിനുണ്ടാക്കിയിട്ടുള്ള നഷ്ടം, ഈ അഴിമതിയുടെ കണക്ക് നോക്കുകയാണെങ്കിൽ 8.5 ലക്ഷം കോടി രൂപയുടെ അഴിമതിയാണ് ഈ മുന്നണി സംവിധാനം ഈ രാജ്യത്തിൻ്റെ സർവ്വസാധാരണക്കാര ജനങ്ങളുടെ നികുതി പണം കൊണ്ട്, ഈ രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ട പണം കൊണ്ട് നഷ്ടമുണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഒരു രാഷ്ട്രീയ വിശകലനമാണ് പ്രധാനമന്ത്രി നടത്തിയത്. അല്ലാതെ ഏതെങ്കിലും ഒരു മുന്നണി സംവിധാനത്തിനെതിരാണെന്നോ, മുന്നണി സംവിധാനം ഈ രാജ്യത്തിന് എന്ത് നൽകി, അതൊരു ചോദ്യമാണല്ലോ. ആ ചോദ്യത്തിന് കൃത്യമായ ഉത്തരമാണ് ഞാൻ ഇടപെടുകയാണ്. പ്രിന്റ് പറഞ്ഞു വരുന്നത് ഈ മുന്നണി സംവിധാനത്തിൽ അഴിമതിക്ക് സാധ്യതയുണ്ട് എന്നാണ് അങ്ങ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വാജ്പേയി സർക്കാരിൻ്റെ കാലത്ത് ഒരു മുന്നണി സംവിധാനമായിരുന്നു അത്, NDA. അന്ന് NDAയോടൊപ്പം ഉള്ള പലരുമാണ് ഇന്ന് UPAയോടൊപ്പം ഉള്ളത്, അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഒപ്പം ഉള്ളത്. അപ്പോൾ ഇവരൊക്കെ കുഴപ്പക്കാരാണ്, ഞങ്ങൾ കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ NDA മുന്നണി എടുത്ത് പരിശോധിക്കുക. 2 ലോക്സഭാ സീറ്റുള്ള BJP കഴിഞ്ഞ 2 ലോക്സഭാ സീറ്റാണ് അടുത്ത രണ്ടാമത്തെ ഘടകകക്ഷിക്കുള്ളത്. അതായത് വിരലെണ്ണാവുന്ന ആളുകൾ മാത്രമാണ് നിങ്ങളുടെ കൂടെയുള്ളത്. അതായത് നിങ്ങൾ ഈ മുന്നണി സംവിധാനത്തിൽ വിശ്വസിക്കുന്നില്ല എന്നതിൻ്റെ തെളിവായി മാറുകയാണത്. കാരണം നിങ്ങളോടൊപ്പം ആരും ഇല്ല, ഇപ്പോൾ നിങ്ങൾ മാത്രമേ ഉള്ളൂ. തീർച്ചയായും ഞാൻ പറയട്ടെ, ഇതിനകത്ത് നോക്കൂ, ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിക്ക് 301 സീറ്റുണ്ട്. സ്വാഭാവികമായി ഞങ്ങളുടെ കൂടെ തന്നെ ഞങ്ങൾ കൃത്യമായി സീറ്റ് കൊടുത്ത മുന്നണി സംവിധാനത്തിൻ്റെ ആളുകൾ വിജയിക്കാതെ വന്നത് ഞങ്ങളുടെ കുറ്റമല്ലല്ലോ. അതിനു മുമ്പ് 287 സീറ്റുമായിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വന്നത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യത്തെ 20 വർഷം, ഇന്ത്യൻ ചരിത്രത്തിൽ 1947 ശേഷമുള്ള 2 പതിറ്റാണ്ട് കോൺഗ്രസിൻ്റെ ആധിപത്യമായിരുന്നു. കോൺഗ്രസ് ആധിപത്യത്തിന് ശേഷം പിന്നീട് നടന്ന ഇലക്ഷനൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ മുന്നണി സംവിധാനം സത്യത്തിൽ ഇന്ത്യയിൽ പരാജയമാണ്. എല്ലായ്പ്പോഴും മുന്നണി സംവിധാനം പരാജയമാകുന്നത് അഴിമതി നടക്കുന്നുകൊണ്ടാണോ? ഞാൻ സംശയം കൊണ്ട് ചോദിക്കുകയാണ്, അത് അഴിമതി സർക്കാരായി മാറും അതുകൊണ്ടാണ്? തീർച്ചയായും. ഓക്കെ അങ്ങനെയാണെങ്കിൽ കർണാടകയിലെ കഴിഞ്ഞ സർക്കാർ 40,000 കോടി രൂപയുടെ അഴിമതി നടത്തിയെന്ന് പറയുന്നത് ഇപ്പൊ ഭരിക്കുന്ന കോൺഗ്രസ് അല്ല, നിങ്ങളുടെ പാർട്ടിയിലെ ഒരു MLA ആണ്. അല്ല സാർ, ഇത് സാധാരണ സാർ അഴിമതിയുടെ ആരോപണങ്ങൾ എല്ലായ്പ്പോഴും ഉന്നയിക്കാറുണ്ട്. അത് ശാസ്ത്രീയമായ തെളിവുകളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ അത് നിശ്ചയിച്ചിട്ട് തീരുമാനിക്കട്ടെ. അത് നോക്കട്ടെ, അഴിമതി സർക്കാരുകളാകുമ്പോൾ അഴിമതി ആരോപണത്തിൻ്റെ പുറത്ത് നമ്മൾ അഴിമതി നടത്തിയെന്ന് പറയാൻ പറ്റില്ല. ഞാൻ പറയുന്നത് ഫാക്റ്റാണ്. ഇന്ത്യൻ ചരിത്രത്തിൽ നടന്ന അഴിമതികളുടെ കണക്ക് അതിനെയാണ് കൃത്യമായിട്ട് നരേന്ദ്രമോദി പറഞ്ഞത്. പിന്നെ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ഒരു പ്രശ്നമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഇടതുപക്ഷം ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. ഞാൻ ചോദിക്കട്ടെ, ഒന്നാം UPA സർക്കാരിൽ ഈ ഇടതുപക്ഷം ഇവർക്ക് പ്രശ്നാധിഷ്ഠിതമായി പിന്തുണ നൽകി. അവർ അന്ന് എന്തിനാ പിന്തുണ പിൻവലിച്ചത്? US-ഉമായിട്ടുള്ള ആണവ കരാറിൻ്റെ പേരിലാണ് അന്ന് പിന്തുണ പിൻവലിക്കുന്നത്. ആ കോൺഗ്രസിൻ്റെ നയമോ പോളിസിയോ ഇന്ന് മാറിയിട്ടില്ല. എന്നിട്ടും ഇന്നും നാണവും മാനവും ഇല്ലാതെ CPM-കാർ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നു. നമ്മൾ നോക്കണം, 2014 ഇപ്പോൾ മൻമോഹൻ സിംഗ് അധികാരത്തിലെത്തി 2014 അന്ന് UPA-യുടെ ഭാഗമായിരുന്ന കുറേ മുന്നണി സംവിധാനങ്ങൾ എന്തുകൊണ്ടാണ് മുന്നണി സംവിധാനത്തിന് ഇവർ പിടിച്ചുവിട്ടു? നമുക്ക് കോൺഗ്രസിന് പോലും മുന്നണി സംവിധാനത്തിൽ വിശ്വാസമില്ലല്ലോ, അതുകൊണ്ടല്ലേ UPA പിരിച്ചുവിട്ടത്. അതിനുള്ള പുതിയൊരു മുന്നണി അല്ലെങ്കിൽ അത് തുടർന്നാൽ പോരെ. 10 വർഷം മൻമോഹൻ സിംഗ് ഇന്ത്യ ഭരിച്ചല്ലോ. അന്നൊരു മുന്നണി, യുണൈറ്റഡ് പ്രോഗ്രസ് അലയൻസ് എന്ന് പറയുന്ന ഒരു മുന്നണി സംവിധാനം ഉണ്ടായിരുന്നല്ലോ. അത് പരാജയപ്പെട്ടത് കൊണ്ടാണല്ലോ അത് പിരിച്ചുവിട്ടത്. അപ്പൊ സത്യത്തിൽ ഈ മുന്നണി സംവിധാനം മുന്നണി സംവിധാനങ്ങളിൽ അങ്ങുന്നയിക്കുന്ന വാദത്തിന്റെ പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ജമ്മു കാശ്മീരിലെ മെഹബൂബ മുഫ്തിയുടെ പാർട്ടി PDP അവരെ വിഘടനവാദികൾ എന്ന് വിളിച്ചവരാണ് BJP. നിങ്ങൾ അവരുമായിട്ട് അവിടെ സഖ്യം ചേർന്നു. അപ്പോൾ കാലത്തിനനുസരിച്ച് ഓരോ സമയത്തിനനുസരിച്ച് സഖ്യങ്ങളിൽ മാറ്റം വരും, നിലപാടുകളിൽ മാറ്റം വരും. അതൊക്കെ ഇങ്ങനെ ഒരു ലോജിക്കില്ലാതെ പറയാൻ പറ്റുമോ? അല്ല സാർ, ഞാൻ പറയട്ടെ, എപ്പോഴും ഒരു പ്രത്യയശാസ്ത്രപരമായിട്ട് കാശ്മീരിൻ്റെ വിഷയമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു രാജ്യത്തെ സംബന്ധിക്കുന്ന വിഷയങ്ങൾക്ക് അപ്പുറത്തേക്ക് ബാക്കിയൊക്കെയുള്ള ഈ മുന്നണികളുടെ പ്രഖ്യാപിത ലക്ഷ്യം എന്താ? ഈ രാജ്യത്തിന്റെ വികസനമാണ്. ചാമ്പ്യന്മാർ എന്നറിയപ്പെടുന്ന BJP PDP-യുമായി കൂട്ടുചേർന്നതിനേക്കാൾ വലിയ പാതകമൊന്നും UPA-യിലെ മുന്നണികൾ ചെയ്തിട്ടില്ല. ഞാൻ പറയാം, അതിനകത്ത് ഒരു തെറ്റും കാണുന്നില്ല സാർ. ഒരു രാജ്യത്തിൻ്റെ സംരക്ഷണവും രാജ്യത്തിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് നിർത്തിക്കൊണ്ട് ഇന്ത്യ മഹാരാജ്യത്ത് പ്രവർത്തിക്കുന്നൊരു പ്രസ്ഥാനമായിരുന്നു PDP. ആ PDP-യുമായി സഖ്യം ചേർന്നത് യാതൊരു സഖ്യവുമില്ല. അതിനകത്ത് പ്രത്യയശാസ്ത്ര പ്രശ്നങ്ങളൊന്നുമില്ല. PDP സ്വാഭാവികമായി ഇന്ത്യ മഹാരാജ്യത്ത് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ്, ഇന്ത്യയിൽ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന പ്രസ്ഥാനമാണ്, അവർ കാശ്മീർ നിയമസഭയിൽ മത്സരിക്കുന്ന പ്രസ്ഥാനമാണ്, ഇന്ത്യൻ പാർലമെന്റിൽ മത്സരിക്കുന്ന പ്രസ്ഥാനമാണ്. നാഗാലാൻഡിലും മിസോറാമിലും മണിപ്പൂരിലും ഒക്കെ നിങ്ങൾ സഖ്യം ചേർന്നിട്ടുള്ള പാർട്ടികളുടെ ഐഡിയോളജി എന്താണ് പ്രിന്റു? സാർ, ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ രാജ്യവിരുദ്ധതയും
രാജ്യത്തിനെതിരെയും ആന്റി നാഷണലിസ്റ്റുകളായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളുടെ കൂടെ ഒന്നുമല്ലല്ലോ ഞങ്ങൾ കൂടിയിട്ടുള്ളത്. എവിടെയാണ് അങ്ങനെയുള്ള ആളുകൾ ആയുധമെടുത്ത് ഇന്ത്യക്കെതിരെ പോരാടിയിട്ടുള്ള ആളുകളാണ് പലരും. അല്ല, ഞാൻ ചേട്ടാ, ആയുധമെടുത്ത് ഇന്ത്യക്കെതിരെ പോരാടിയിരുന്നവർ, അവർക്ക് സ്വാഭാവികമായി തിരിച്ചറിവുണ്ടായി. അവരുടെ പാത ഉപേക്ഷിച്ചിട്ട് BJPയുടെ പാതയാണ് ഞങ്ങൾക്ക് നല്ലത് എന്ന് പറഞ്ഞിട്ട് BJPയിലേക്ക് വരുന്നതിന് ഞങ്ങൾ എന്തിനാ എതിർക്കുന്നത്? ഓക്കെ, നമ്മുടെ ഒരു പാരമ്പര്യം അതല്ലേ, വാൽമീകിയുടെ ഒക്കെ ഒരു പാരമ്പര്യം അതല്ലേ. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ മുന്നണി സംവിധാനം നല്ലതാണ് രാജ്യത്തിന്. പക്ഷേ മുന്നണി സംവിധാനത്തിൽ ഇടപെടുന്ന രാഷ്ട്രീയ കക്ഷികളുടെ ഹിതം എന്താണെന്നുള്ളത് വലിയൊരു പ്രശ്നം തന്നെയാണ്. നമ്മൾ ആ മുന്നണി രാഷ്ട്രീയത്തിന്റെ ഒരു ചരിത്രം ഒന്ന് പരിശോധിച്ചാൽ അംജിത് സാറിന് അറിയാലോ എന്താണ് ഈ മുന്നണി സംവിധാനം എന്നുള്ളത്. ഇവർക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഏത് വിധേനയും. ശരി, ശ്രീ അനിൽ ബോസ്, ഈ മുന്നണി സംവിധാനങ്ങളുടെ ഒരു പ്രശ്നം അത് ചരിത്രപരമായി തന്നെ അത് അഴിമതി സർക്കാരുകളായിരിക്കും, എന്താണ് പറയുക, ഇഷ്ടക്കാർക്ക് വേണ്ടിയുള്ള ഭരണമായിരിക്കും, ഭരണത്തിൽ കെടുകാര്യസ്ഥിതിയായിരിക്കും എന്ന് തെളിയിക്കപ്പെട്ട ട്രാക്ക് റെക്കോർഡുണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഈ മുന്നണി സംവിധാനത്തിന് എന്നാണ് മോദി ഉദ്ദേശിച്ചതെന്നാണ് പ്രിന്റ് വിശദീകരിക്കുന്നത്. ഒന്ന്, 2023 ഇന്ന് തീരുമ്പോൾ ഏറ്റവും മണ്ടത്തരങ്ങളും വളരെ രസകരമായ കോമഡിയുമാണ് എനിക്ക് പരിചയമില്ലാത്ത ഈ ചർച്ചയിൽ പങ്കെടുത്ത സ്നേഹിതൻ അവതരിപ്പിച്ചത്. അത് കേട്ടുകൊണ്ട് ഞാൻ സാഗൂതം ഇരിക്കുകയായിരുന്നു. ഈ വളരെ രസകരമായിട്ടാണ് തോന്നിയത്. 75 വർഷം പിന്നിടുന്ന ഇന്ത്യയിൽ 62 വർഷമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭരിച്ചത്. അതിൽ രാജ്യത്ത് നടന്ന 16 പൊതുതെരഞ്ഞെടുപ്പുകളിൽ 11 തെരഞ്ഞെടുപ്പുകളിൽ ജയിച്ച പാർട്ടിയാണ് കോൺഗ്രസ്. 6 തെരഞ്ഞെടുപ്പുകളിൽ ഒറ്റയ്ക്കും 4 തെരഞ്ഞെടുപ്പുകളിൽ മുന്നണിയായിട്ടുമാണ് ഞങ്ങൾ മത്സരിച്ചത്. ആ മുന്നണിയായിട്ട് മത്സരിക്കുമ്പോൾ ഞങ്ങൾ നരസിംഹറാവുവിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റാണ് ഒരു മുന്നണി സർക്കാർ എന്ന് പറയാൻ കഴിയുന്നത്. രണ്ടാമത് വന്നത് മൻമോഹൻ സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരാണ്. മൂന്നാമത് മൻമോഹൻ സിംഗിൻ്റെ എന്ന് പറഞ്ഞാൽ 15 വർഷക്കാലമാണ്. അദ്ദേഹം പറഞ്ഞതുപോലെ 30 വർഷക്കാലത്തെ മുന്നണി രാഷ്ട്രീയത്തിൻ്റെ അപജയമൊന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാജ്യത്ത് ഉണ്ടാക്കിയിട്ടില്ല. ഒന്നാമത്തെ കാര്യം എനിക്കതാണ് സൂചിപ്പിക്കാനുള്ളത്. അതിൽ 5 വർഷക്കാലത്തെ നരസിംഹറാവുവിൻ്റെ ഭരണകാലമാണ് ഏറ്റവും വലിയ പ്രതിസന്ധി ലോകം നേരിടുമ്പോൾ ഈ രാജ്യം പിടിച്ചു നിന്നതിന് ശക്തി പകർന്നതെന്ന് ലോകത്തിലെ അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന ബറാക്ക് ഒബാമ അടക്കമുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട്. വളരെ കൃത്യമായ സാമ്പത്തിക വീക്ഷണം അന്നത്തെ ധനകാര്യമന്ത്രിയായിരുന്ന പിന്നീട് പ്രധാനമന്ത്രിയായ ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ വിശാലമായ കാഴ്ചപ്പാട് അതാണ് ലോക തലത്തിൽ ഇന്ത്യയെ പിടിച്ചു നിർത്തിയത്. എല്ലാ രാജ്യങ്ങളും സാമ്പത്തിക പ്രതിസന്ധിയിൽ വീണപ്പോൾ. അതുകൊണ്ട് നരസിംഹറാവുവിൻ്റെ മുന്നണി ഭരണകാലം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്തൊരു സർക്കാർ 5 വർഷം പൂർത്തിയാക്കുമ്പോഴും ഇവിടെ ഒരു അഴിമതി ആരോപണവും ആ ഗവൺമെൻറ്റിനെതിരെ ഉണ്ടായില്ല. പിന്നെ രണ്ടാമത് ഞങ്ങൾ മുന്നണിയിൽ വരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ്റാണ്. ഞങ്ങൾക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. പൊതു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പിന് ശേഷം ഇടതുപക്ഷ പാർട്ടികളടക്കം ഞങ്ങളെ പിന്തുണച്ചു. ഒന്നാം UPയിൽ ഏതെങ്കിലും ഒരു മന്ത്രിക്കെതിരെയോ ഏതെങ്കിലും ഒരു പാർട്ടിക്കെതിരെയോ ഒരു അഴിമതി ആരോപണം ഉണ്ടായിരുന്നില്ല. ഇവർ പറയുന്നത് ശരിയല്ല. അഴിമതി ആരോപണം ഉണ്ടായിരുന്നത് മുഴുവൻ ദേശീയ മുന്നണി കൂട്ടുകെട്ടും ജനതാ കൂട്ടുകെട്ടും പരസ്പര കലഹവും പാർലമെൻറ്റിനകത്ത് വരെ തമ്മിൽ തല്ലി തലകീറിയ രാഷ്ട്രീയ പശ്ചാത്തലമുള്ളത് ഒന്നുകിൽ BJPക്ക് അല്ലെങ്കിൽ BJPയുടെ മുൻകാല ശക്തികളായ ജനസംഘം ഉൾപ്പെടെയുള്ള ആളുകൾക്കാണ്. ഇതൊക്കെ രാഷ്ട്രീയ ചരിത്രം അറിയാത്തവരോട് വന്നിരുന്ന് മാത്രമേ ഇതൊക്കെ സംസാരിക്കാവുള്ളൂ. ശവപ്പെട്ടി കുംഭകോണം അടക്കം നടത്തിയ ജോർജ് ഫെർണാണ്ടസിനെ പോലെയുള്ള ആളുകളെ മറന്നുകൊണ്ട് ബംഗാരു ലക്ഷ്മണൻ എന്ന് പറയുന്ന BJPയുടെ പ്രസിഡന്റ് കെട്ടുകണക്കിന് നോട്ട് എണ്ണി മേടിക്കുന്നത് രാജ്യം കണ്ടത് മറന്നുകൊണ്ട് ഒരു ചർച്ചയിൽ വന്നിരുന്ന അഴിമതിക്കെതിരെ സുവിശേഷം പ്രസംഗിക്കാൻ ഇത്തരം ആളുകൾക്ക് മാത്രമേ കഴിയൂ. പിന്നെ അദ്ദേഹം പറഞ്ഞു 8.5 ലക്ഷം കോടി രൂപയുടെ അഴിമതി. ഏത് കാലത്താണ്? എനിക്കറിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ 10-37 വർഷക്കാലം രാഷ്ട്രീയ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ഞാൻ കണ്ട അഴിമതി ആരോപണങ്ങളിൽ ഒരു സെക്കൻഡ്, നിങ്ങളോട് ഇടപെട്ടില്ലല്ലോ ഞാൻ. നിങ്ങളങ്ങ് അസ്വസ്ഥനാണ്. അവിടെ ഇരിക്കുക ഉണ്ടായിരിക്കും അവിടെ. ഞാൻ പറഞ്ഞു കഴിയട്ടെ. അപ്പോൾ രണ്ടാം UPA ഗവൺമെൻറ് കാലത്ത് രാജായും കനിമൊഴി അടക്കമുള്ള ആളുകൾക്കെതിരെ അഴിമതി ആരോപണം ഉണ്ടായി മുന്നണി രാഷ്ട്രീയത്തിൽ. ഞാൻ ചോദിക്കട്ടെ, ഒരു മുന്നണി രാഷ്ട്രീയത്തിൽ ഒരു സർക്കാർ നിലനിൽക്കണമെങ്കിൽ ആ കക്ഷികളുടെ പിൻബലം വേണമല്ലോ. രാജയ്ക്കെതിരെ അഴിമതി ആരോപണം ഉണ്ടാകുമ്പോൾ, കനിമൊഴിക്കെതിരെ അഴിമതി ആരോപണം ഉണ്ടാകുമ്പോൾ ഒരു മുന്നണി ബന്ധത്തിൽ തകർച്ച ഉണ്ടാകും എന്ന് കരുതിയിട്ടും ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ് എന്താ ചെയ്തത്? അഴിമതിക്കാരെ സംരക്ഷിക്കുകയാണോ? മുന്നണി ഗവൺമെൻറ് തകർന്നാലും സാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിലവിൽ നിലനിൽക്കുന്ന നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ ഏജൻസികൾ അവരെ കസ്റ്റഡിയിലെടുത്ത് ജയിലിലടയ്ക്കുകയാണ് ചെയ്തത്. അഴിമതി കണ്ടപ്പോൾ ഒളിച്ചോടുകയല്ല മൻമോഹൻ സിംഗ് സർക്കാർ ചെയ്തത്. സ്വന്തം മുന്നണി ഗവൺമെൻറ് തകരുമെന്നറിഞ്ഞിട്ടും
മുന്നണിയിലെ മന്ത്രിമാരായിരുന്നവർ അവരെ ജയിലിലടച്ച പാരമ്പര്യമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുള്ളത്. അതാണ് ഞങ്ങൾക്ക് സത്യസന്ധമായ രാഷ്ട്രീയം എന്നുള്ള നിലയിൽ രാജ്യത്തിൻ്റെ പൊതുരാഷ്ട്രീയത്തിൽ ഒരു ഗവൺമെൻറ് തകരുമെന്ന് കണ്ടിട്ടും ഞങ്ങളെടുത്ത സമീപനം അതാണ്. കൃത്യമായി BJP-കാരൻ അത് മനസ്സിലാക്കിയിരിക്കണം, സംഘപരിവാറുകാരൻ മനസ്സിലാക്കിയിരിക്കണം. ഞാൻ ചോദിക്കട്ടെ, ഊഹക്കണക്കുകളുടെ പേരിൽ കൊണ്ടുവന്നൊരു അഴിമതി ആരോപണം ഈ ഗവൺമെൻറ് മാറി 9 വർഷം ഇരുന്നല്ലോ. രാജയെ നിങ്ങൾക്കങ്ങ് ശിക്ഷിപ്പിക്കാൻ മേലായിരുന്നോ? തുടരന്വേഷണവും വ്യവഹാരങ്ങളും മുഴുവൻ നടന്നത് നിങ്ങളുടെ ഗവൺമെൻറ് കാലത്തല്ലേ? കനിമൊഴിയെ നിങ്ങൾക്ക് ശിക്ഷിക്കാൻ പാടില്ലായിരുന്നോ? നിങ്ങളുടെ സർക്കാർ വക്കീലന്മാരല്ലേ ആ കേസിൽ അപ്പിയർ ചെയ്തത്? നിങ്ങളുടെ ഏജൻസികളല്ലേ സ്ഥാനത്തും അസ്ഥാനത്തും പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളെ നേരിടുന്നവരല്ലേ? കഴിഞ്ഞ 9 വർഷക്കാലമായി രാജയെയും കനിമൊഴിയെയും നേരിടാമായിരുന്നില്ലേ? എന്തുകൊണ്ട് നിങ്ങളുടെ കേസ് നിലനിന്നില്ല? അഴിമതി ആരോപണം സൃഷ്ടിക്കാൻ കഴിഞ്ഞു. താങ്കൾ പറഞ്ഞ ഒരു വാചകത്തോട് ഞാൻ ചോദിക്കുന്നു, ഗവൺമെൻറ്റുകൾക്കെതിരെ അഴിമതി ആരോപണം വരും. അങ്ങനെ അഴിമതി ആരോപണങ്ങൾ കൊണ്ടുവന്നു, അത് പ്രചരിപ്പിക്കുന്നതിൽ നിങ്ങൾ വിജയിച്ചു. അവിടെ ഞങ്ങൾ ചെയ്ത 2 സമീപനങ്ങൾ നിങ്ങൾ കാണണം. ഒരു മുന്നണി ഗവൺമെൻറ് തകരുമെന്ന് കരുതിയിട്ടും അവരെ ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. നിങ്ങൾ ഉന്നയിച്ച അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ടായിട്ടും അന്വേഷണ ഏജൻസികളെ ഏൽപ്പിച്ചു, അവരെ കസ്റ്റഡിയിലെടുത്തു. ഞങ്ങളുടെ ഗവൺമെൻറ് പരാജയപ്പെട്ടു. നിങ്ങളുടെ ഗവൺമെൻറ് വന്നു, നിങ്ങൾ എന്ത് ചെയ്തു? അവർക്ക് ക്ലെയിം ചിറ്റ് നൽകി, അവരെ പുറത്തിറക്കി. നിങ്ങൾക്ക് ഒരു ആരോപണവും തെളിയിക്കാൻ കഴിഞ്ഞില്ല. എന്നിട്ട് നിങ്ങൾ പറയാൻ ഞങ്ങളുടെ കാലത്ത് അഴിമതിയെന്ന്? അങ്ങനെയാണോ? ആരോപണം ആർക്കെതിരെ ഉന്നയിക്കാമെന്ന് പറഞ്ഞ് താങ്കളുടെ വാദഗതിയോട് ഞാൻ ചോദിക്കുന്നു, അത് തെളിയിക്കാനുള്ള ബാധ്യത ആർക്കാ? 9 വർഷം നിങ്ങൾ ഇരുന്നല്ലോ. ഇനി ഏതെങ്കിലും കീഴ്ക്കോടതി അവരെ വെറുതെ വിട്ടത് തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് അപ്പീൽ പോകാമായിരുന്നല്ലോ, നിങ്ങൾക്കതിന്മേൽ കേസ് നടത്താമായിരുന്നല്ലോ. കോടതി വരെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഉത്തരവ് എഴുതി തരുന്ന ഒരു കാലഘട്ടത്തിലൂടെയല്ലേ കടന്നു പോകുന്നത്. എന്നിട്ടും രാജയ്ക്കുമെതിരെ കനിമൊഴിക്കുമെതിരെ അഴിമതി ആരോപണം നടത്തി 2G സ്കാമിൻ്റെ പേരിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ജയിലടക്കാൻ കഴിഞ്ഞില്ല? രാജിവെച്ച് പുറത്തു പോകാൻ പറ നരേന്ദ്രമോദിയോട്. പിന്നെ അഴിമതി, നിങ്ങൾ അഴിമതിക്കെതിരെ ഏറ്റവും ആദ്യം പറഞ്ഞ എന്താ? ഏറ്റവും ആദ്യം പറഞ്ഞത് ഈ രാജ്യത്തെ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കള്ളപ്പണം കൊണ്ടുവരും എന്നാണ്. നിങ്ങൾ കൊണ്ടുവന്ന കള്ളപ്പണം എത്രയാണ്? നിങ്ങളൊന്ന് കണക്ക് പറഞ്ഞു. 9 വർഷമായല്ലോ അധികാരത്തിലിരിക്കുന്നു. നോട്ട് നിരോധിച്ചപ്പോൾ മുൻകാല കീഴ്വഴക്കമില്ലാതെ ഒരു രാത്രിയിൽ ഒരു പൊട്ടന്മാർ ചെയ്യുന്നത് പോലെ ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക അടിത്തറ തകർത്തപ്പോൾ നിങ്ങൾ പറഞ്ഞു രാജ്യവിരുദ്ധ ശക്തികളെ നേരിടാനാണ്. നിങ്ങൾ രാജ്യവിരുദ്ധ ശക്തികളെ നേരിട്ടോ? നിങ്ങൾ വിദേശത്തേക്ക് കടത്തിക്കൊണ്ടുപോയ പണം കൊണ്ടുവന്നോ? വിദേശത്ത് കടന്നുപോയ സാമ്പത്തിക ഭീമന്മാരെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞോ? നിങ്ങൾ പറ. നിങ്ങൾ ഈ രാജ്യത്ത് ജനങ്ങളെ ബോധ്യപ്പെടുത്ത്. ആ മിച്ചം പിടിക്കുന്ന ധനമെടുത്ത് പാവപ്പെട്ടവരുടെ അക്കൗണ്ടിൽ 15 ലക്ഷം രൂപ വീതം കൊടുക്കും എന്ന് പറഞ്ഞു. കൊടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ? ഇന്ത്യ മഹാരാജ്യം സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ കണ്ട ഏറ്റവും വലിയ തൊഴിലില്ലായ്മയാണ് ഈ രാജ്യം ചർച്ച ചെയ്യുന്നത്. ഈ രാജ്യത്തിന് ശീലമില്ലാത്ത കോവിഡ് കാലത്ത് അപ്രഖ്യാപിതമായി ആസൂത്രിതമായ സമീപനങ്ങൾ സ്വീകരിക്കാതെ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച് പൊരു വെയിലത്ത് ആളുകൾ നിരാലംബരായി നടന്നു നീങ്ങുന്നത് ഈ രാജ്യം കണ്ടു. നരേന്ദ്രമോദിയുടെ കാലത്താണ്. റെയിൽ പാളങ്ങളിൽ നടന്ന് തളർന്ന് ഉറങ്ങിയ ആയിരക്കണക്കിന് ആളുകൾ വിഷമിച്ചപ്പോൾ അതിൽ ഉറങ്ങുന്ന ആളുകളുടെ ശരീരത്തേക്ക് ട്രെയിൻ കയറി ചോര ചിതറുന്നത് ഈ മണ്ണിൽ വീണു. ഇന്ത്യൻ ഭരണാധികാരികൾ, ഇന്ത്യൻ ഭരണകൂടം, ഇന്ത്യൻ പ്രധാനമന്ത്രി ഒന്ന് പ്രതികരിച്ചോ? പാവപ്പെട്ട നിരാലംബരായ അസംഘടിത തൊഴിലാളികൾ ട്രെയിൻ കയറി ട്രെയിനിൻ്റെ അടിയിൽ ഞെരിഞ്ഞമർന്നപ്പോൾ മരണപ്പെട്ടപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു മിസ്റ്റർ? നിങ്ങൾ എവിടെയായിരുന്നു? ഈ രാജ്യത്തൊരു തെരഞ്ഞെടുപ്പ് ജയിക്കാൻ പുൽവാമയിൽ ആസൂത്രിത കൊലപാതകം, രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് രാജ്യത്തിന് വേണ്ടി സമർപ്പണ മനോഭാവത്തോടെ ജീവിക്കുന്ന സൈനികരെ കുരുതി കൊടുത്തവരാണ് നിങ്ങൾ. ഈ രാജ്യത്തിൻ്റെ അതിര് കയ്യേറുന്ന ചൈനയ്ക്ക് കീഴടങ്ങിയവരാണ് നിങ്ങൾ. ഈ രാജ്യത്ത് വംശീയ വെറിയുടെ പേരിൽ മണിപ്പൂരിൽ ആസൂത്രിത കലാപങ്ങൾ, വംശീയ കലാപങ്ങൾ ആസൂത്രണം ചെയ്തവരാണ് നിങ്ങൾ അല്ലേ? ഈ രാജ്യത്ത് പാവപ്പെട്ട കർഷകരെ വേട്ടയാടുന്നവരാണ് നിങ്ങൾ. ഇതിനെക്കുറിച്ചാണ് ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യാനുള്ളത്. നിങ്ങൾക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചാൽ അന്വേഷിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട് അന്വേഷിക്കാൻ കഴിയില്ല? അഴിമതി ആരോപണം നിങ്ങൾക്കെതിരെ റഫേൽ അടക്കം പരിചയസമ്പന്നതയില്ലാത്ത റിലയൻസ് കമ്പനിക്കടക്കം കൊടുത്ത കരാറുകളിലുണ്ട്. അഡാനിയുമായി വഴിവിട്ടുന്ന നടപടികളെ സംബന്ധിച്ച് വ്യക്തമായ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ അഴിമതി നിങ്ങൾക്കെതിരെ ഉണ്ട്. പക്ഷേ ഇന്ത്യ മഹാരാജ്യത്ത് പ്രതിപക്ഷ ശബ്ദം കേൾക്കാതിരിക്കുക, അന്വേഷണ ഏജൻസികളെ നോക്കുകുത്തിയാക്കുക, കോടതിയെ നോക്കുകുത്തിയാക്കുക, അതിനുശേഷം കണ്ണുരുട്ടി ഏകപക്ഷീയ ഭൂരിപക്ഷമുണ്ട് എന്ന് കരുതി ധാർഷ്ട്യത്തിൻ്റെ പ്രതിപക്ഷ ശബ്ദമോ പ്രതിപക്ഷ അഭിപ്രായങ്ങളോ മാധ്യമ സ്വാതന്ത്ര്യമോ നൽകാത്തൊരു ഗവൺമെൻറ്, ആ ഗവൺമെൻറ്റിനെ വരുന്ന അഴിമതി ആരോപണങ്ങൾ മൂടിവെക്കുന്നു എന്നതുകൊണ്ട് നിങ്ങൾ മാന്യന്മാരാണ് എന്ന് ധരിച്ച് ചർച്ചയിൽ വന്നിരുന്ന് വർത്തമാനം പറഞ്ഞു പോകരുത്. കാലം മാറും, രാത്രി പകലായി മാറും. ആ പകലായി മാറുമ്പോൾ ഈ കഴിഞ്ഞ 9 വർഷക്കാലം നരേന്ദ്രമോദിയും അമിത്ഷായും നടത്തിയിട്ടുള്ള കൊലപാതക പരമ്പരകൾ, ജസ്റ്റിസ് ലോയ മുതൽ ഇങ്ങോട്ട്, എന്തിന് അർജുൻ മുണ്ടേ എന്ന് പറയുന്ന നിങ്ങളുടെ മന്ത്രി, അയാളെ വെളുപ്പാങ്കാലത്ത് വാഹനം കയറ്റി കൊന്നതടക്കമുള്ള കാര്യങ്ങൾ, ഇതെല്ലാം പുറത്തു വരും. ഇതൊന്നും ഒരു ദിവസം കൊണ്ട് അവസാനിക്കില്ല. സ്വന്തം പാർട്ടിയിൽ തനിക്കെതിരെ സംസാരിക്കുന്നവരെ വാഹനം കയറ്റി കൊല്ലുന്നതും തനിക്കെതിരെ വിധി പറയുന്ന ജഡ്ജിമാരെ കൊല്ലുന്നതും തൊട്ട് ഈ രാജ്യത്ത് നടപ്പിലാക്കിയ കാര്യങ്ങൾ ചർച്ച ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്ക് 330 എണ്ണത്തിൻ്റെ കാര്യം പറഞ്ഞു. മുന്നണി രാഷ്ട്രീയത്തോട് നിങ്ങൾക്ക് പുച്ഛം. നിങ്ങളെന്താ ഒറ്റയ്ക്കാണോ അധികാരത്തിലിരിക്കുന്നത്?
നിങ്ങൾ മുന്നണിയാണ് സാർ. നിങ്ങൾക്ക് 330 പേരുണ്ടായിട്ട് 38 പാർട്ടികളുടെ മുന്നണിയാണ് സാർ. നിങ്ങളുടെ മുന്നണി കൺവീനർ നിതീഷ് കുമാർ നിങ്ങളെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് പറഞ്ഞ ആ പാർട്ടി വിട്ടു സാർ, ആ മുന്നണി വിട്ടു സാർ. നിങ്ങൾ മുഖ്യമന്ത്രിയാക്കിയ 4 പേർ മുന്നണി രാഷ്ട്രീയത്തിൽ വിശ്വസിക്കാൻ കൊള്ളാത്ത വർഗവഞ്ചകരാണ്, സംഘപരിവാറുകാരനെന്ന് തിരിച്ചറിഞ്ഞു വിട്ടു. അതിലൊരാളുടെ പേരാണ് അജിംസ് ഇവിടെ പ്രതിപാദിച്ചത്, മെഹബൂബ മുഫ്തി, ഒമർ അബ്ദുള്ള, അതുപോലെ ഉദ്ധവ് താക്കറെ നിങ്ങളുടെ കൂടെ ഉള്ളവരാണ്. മനസ്സിലായില്ലേ? അപ്പം നിങ്ങളെ നമ്പാൻ കൊള്ളില്ല എന്ന് നിങ്ങളുടെ കൂടെ ഉള്ള 4 പാർട്ടികളും പ്രധാനപ്പെട്ട 4 മുഖ്യമന്ത്രിമാരും നിങ്ങളുടെ മുന്നണി കൺവീനറും പറഞ്ഞ രാഷ്ട്രീയമാണ് ഈ രാജ്യം ചർച്ച ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഒരു കാര്യം കൂടി, പ്രതിപക്ഷ സഖ്യം അവിയലും സാമ്പാറും ഒന്നുമല്ല, അതൊക്കെ ദേശീയ മുന്നണിയും. ഒറ്റ സെക്കൻഡ്, LK അദ്വാനിയും ആളുകൾ വാജ്പേയി എല്ലാം ഉണ്ടാക്കിയ മുന്നണിയുടെ കാര്യമാണ് ശീലം. കൂടെ കിടന്നവനെ രാപ്പനി അറിയുള്ളെങ്കിൽ മുന്നണി രാഷ്ട്രീയത്തിൽ ഉപജ്ഞാതാവായി BJP ആഫീസിൽ അന്തി ഉറങ്ങി ഈ അവിയലും സാമ്പാറും ഉണ്ടാക്കിയ ആളാണ് നരേന്ദ്രമോദി. അതൊന്നും ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ട് വരണ്ട. ഇവിടെ ഇന്ത്യ സഖ്യം എന്ന് പറയുന്നത് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ ഇപ്പോൾ 26 പാർട്ടികൾ യോജിച്ചിട്ടുണ്ട്. വ്യത്യസ്തമായ പ്രത്യയശാസ്ത്രങ്ങളുള്ളവരാണ്. അവരെല്ലാവരും യോജിക്കുന്നത് എന്തിനാ? യോജിക്കുന്നത് ഈ രാജ്യത്തിൻ്റെ പൊതുസമ്പത്ത് കൊള്ളയടിച്ച് കൊണ്ടുപോകുന്നത് ചൂണ്ടിക്കാണിക്കപ്പെടുമ്പോൾ അതിനോട് നിഷേധാത്മകമായ സമീപനം സ്വീകരിച്ച് ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ, കോടതിയെ, അന്വേഷണ ഏജൻസികളെ എന്തിന് സ്വന്തം പാർട്ടിക്കകത്ത് നിന്ന് വിമർശിക്കുന്നവന് പോലും അവസരം കൊടുക്കാത്ത ധാർഷ്ട്യ രാഷ്ട്രീയത്തിനെതിരായിട്ടാണ് ഈ രാജ്യത്തെ ബഹുമുഖമായ രാഷ്ട്രീയ പാർട്ടികൾ ഒന്നിക്കുന്നതെങ്കിൽ കാലം നിങ്ങൾ നോക്കൂ. 5 സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ ഗവൺമെൻറ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ആകെ പോൾ ചെയ്ത വോട്ട് ചെയ്ത ആളുകളുടെ എണ്ണം എടുക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഒരു മുന്നണി സംവിധാനവും ഇല്ലാതെ, പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് വേണ്ടിയാണ് മുന്നണി സംവിധാനം, ഒരു മുന്നണി സംവിധാനവും ഇല്ലാത്ത കോൺഗ്രസ് പാർട്ടിക്കാണ് നിങ്ങളെക്കാൾ 10-12 ലക്ഷം വോട്ട് ആളുകൾ ചെയ്തത്. തെരഞ്ഞെടുപ്പ് ഓരോ ഘട്ടത്തിലും ഓരോ രീതിയിൽ വരും. നമുക്ക് കാണാം 2024 നമുക്ക് കാണാം. ഈ രാജ്യം നമുക്ക് കാണാം. നമുക്ക് വീണ്ടും ചർച്ച ചെയ്യാം. ശരി അനിൽ ബോസ്. ശ്രീ ജോർജ് പൊടിപ്പാറ, ഇന്ത്യ ടുഡേ അഭിമുഖം എന്ന് പറഞ്ഞാൽ അതൊരു ടെലിവൈസ്ഡ് അഭിമുഖമൊന്നുമല്ല. ഇന്ത്യ ടുഡേയുടെ അരുൺ പൂരി, അദ്ദേഹത്തിൻ്റെ മകൾ കാളി പൂരി, അവരൊക്കെ ചേർന്ന് നടത്തിയ ക്വസ്റ്റ്യൻ കൊടുക്കുന്നു, അത് തിരിച്ചെഴുതി കൊടുക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ടെലിവൈസ്ഡ് അല്ല. പക്ഷേ അതിൽ അദ്ദേഹം പറയാൻ ശ്രമിച്ചത്, ഒരുപക്ഷെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയാൻ ശ്രമിച്ചത് എങ്ങനെയായിരിക്കും, എപ്പോഴും ഒരു കക്ഷിക്ക് ഭൂരിപക്ഷമുള്ള, അതായത് BJP യോ കോൺഗ്രസോ ആകട്ടെ, ഒരു കക്ഷിക്ക് ഭൂരിപക്ഷമുള്ള ഒരു സർക്കാർ വരുന്നതാണ് ഈ പോളിസി പാരലൈസിസ്, അതുപോലെ എന്താണ് പറയുക, അഴിമതി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ തടയാൻ നല്ലത് എന്ന് പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ചിലപ്പോൾ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടതാണോ? അല്ല, അതിന് അത്ര ആഘാതത്തിൽ നമുക്ക് കാണാൻ പറ്റില്ല. വാക്കുകൾ തെറ്റിദ്ധരിക്കപ്പെട്ടതല്ല. പൊതുവിൽ ഒരു കാഴ്ചപ്പാടുണ്ട് എന്നുള്ളത് കേൾക്കുന്നില്ലേ? കേൾക്കാം, പൊടിപ്പാറ പറഞ്ഞു. പൊതുവിലൊരു കാഴ്ചപ്പാടുള്ളത് ജിംസെ, ഏകകക്ഷി ഭരണമാണ് മൊത്തത്തിൽ, അല്ലെങ്കിൽ രാജ്യത്തിന്റെ പുരോഗതിക്ക്, രാജ്യത്തിന്റെ നന്മയ്ക്ക് നല്ലത് എന്നൊരു ചിന്താഗതി പൊതുവിലുണ്ടല്ലോ. അതൊരു പരിധിവരെ വസ്തുതയുണ്ട്. കാരണം ഒരേ പ്രത്യയശാസ്ത്ര ഇതുള്ള ഒരേ പാർട്ടി സംസ്ഥാന തലത്തിലും എല്ലായിടത്തും രാജ്യവ്യാപകമായിട്ട് ഉള്ള ഒരു പാർട്ടി രാജ്യം ഭരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നത് അഭികാമ്യമാണ്. അതല്ല എന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷെ സവിശേഷമായ സാഹചര്യങ്ങളിൽ ഒരു പാർട്ടി വലിയ മേധാവിത്വം നേടുകയും പ്രതിപക്ഷ പ്രവർത്തനം പോലും ഒട്ടൊക്കെ അസാധ്യമാക്കുകയും അതുപോലെ തന്നെ ഭരണഘടനാ സംവിധാനങ്ങളെയും നേരത്തെ ശ്രീ അനിൽ ബോസ് ചൂണ്ടിക്കാണിച്ചതുപോലെ കോടതികൾ, ജുഡീഷ്യറിയെയും അതുപോലെ തന്നെ മീഡിയയും അതുപോലെ എല്ലാറ്റിനെയും അടക്കി ഭരിച്ച് എതിർ ശബ്ദങ്ങൾ ഒട്ടും കേൾപ്പിക്കാതെ ഒരു ഏകകക്ഷി ഭരണത്തിന്റെ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ, ഒരു ഏകാധിപത്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നൊരവസ്ഥയിൽ പ്രത്യയശാസ്ത്ര ഭിന്നതകളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഒരു കോമൺ മിനിമം പ്രോഗ്രാമിന്റെ അടിസ്ഥാനത്തിൽ ഒരു സവിശേഷമായ ഒരു ലക്ഷ്യം മുൻനിർത്തി ഈ പാർട്ടികളെല്ലാം കൂടി യോജിച്ച് ഈ പറയുന്ന എതിർ പാർട്ടിക്കെതിരെ, അല്ലെങ്കിൽ ആ ഏകാധിപത്യ പ്രവണത നടത്തുന്ന ആ പാർട്ടിക്കെതിരെ ഒന്നിക്കുന്ന ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമൊന്നും അല്ലല്ലോ. 1970 അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ തുടങ്ങിയ സമ്പൂർണ്ണ വിപ്ലവത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിലെ കോൺഗ്രസ് വിരുദ്ധ കക്ഷികളെല്ലാം ഒരുമിച്ച് ഒറ്റ പ്ലാറ്റ്ഫോമിൽ വന്നുകൊണ്ട് ജനതാ പാർട്ടി രൂപീകരിച്ചു. ആ പാർട്ടിയിൽ ജനസംഘം ഉണ്ടായിരുന്നല്ലോ, ഇവിടുത്തെ സോഷ്യലിസ്റ്റ് പാർട്ടികൾ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഇടതുപക്ഷ പാർട്ടികൾ ഉണ്ടായിരുന്നു, അക്കാലത്തെ മറ്റെല്ലാ പാർട്ടികളും ഉണ്ടായിരുന്നു. ആ പാർട്ടികളെല്ലാം അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു ഘടകമായിരുന്നല്ലോ ജനസംഘം. അന്നില്ലാത്ത ഒരു നന്മ, അന്ന് ആ ഏകകക്ഷി ഭരണം, അതായത് കോൺഗ്രസിന്റെ കുത്തക തകർക്കാനും കോൺഗ്രസിന്റെ ഏകാധിപത്യ പ്രവണതകൾ തകർക്കാനും രാജ്യത്തെ ജനാധിപത്യം നിലനിർത്താനും അതുപോലെ രാജ്യത്തിന്റെ നന്മ ലക്ഷ്യമാക്കി ഭരണഘടന സംരക്ഷിക്കാനും എല്ലാം കൂടി ഇത് ആവശ്യമാണെന്ന് തോന്നിയത് അന്ന് AB വാജ്പേയിക്കും അതുപോലെ തന്നെ BJPയിലെ സമന്വിതരായ നേതാക്കൾക്കെല്ലാം തോന്നിയല്ലോ.
ഇപ്പൊ പക്ഷേ സ്വന്തം ഭരണം നിലനിൽക്കുമ്പോൾ മോദി എന്ന് പറയുന്ന, നരേന്ദ്രമോദി എന്ന് പറയുന്ന, അമിത്ഷാ എന്ന് പറയുന്ന രാജ്യത്തെ ഒരളവിൽ 300 ചില്ലാനും സീറ്റുകളുടെ ബലത്തിൽ എല്ലാം അടക്കി ഭരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അടുത്ത ഒരു തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ 26 കക്ഷികൾ ചേർന്ന് ഏതാണ്ട് 77ന്റെ ഒരു തനിയാവർത്തനം എന്ന രീതിയിൽ ഒരു പ്രത്യേക ലക്ഷ്യത്തിനു വേണ്ടി BJPക്കെതിരെ ഒരു മുന്നണി സംവിധാനം, ഒരു എന്താ പറയാ ഫലപ്രദമായ ഒരു സമരമുഖം തുറക്കുമ്പോ അല്ലെങ്കിൽ ഒരു പോരാട്ടത്തിനുള്ള വേദി ഒരുങ്ങുമ്പോ എന്തിനാണ് ഇത്ര അസഹിഷ്ണുത? ഇതെല്ലാ കാലത്തും ഉണ്ടാവുന്നതാണ്. ആ പാർട്ടികൾ തമ്മിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാവാം, അവർക്ക് പ്രത്യയശാസ്ത്രപരമായ ഏകോപനം ഉണ്ടായി എന്ന് വരില്ല, അവർ ഭിന്ന താല്പര്യങ്ങളുടെ കാര്യത്തിലായിരിക്കാം. CPM-ഉം CPI-യും പ്രതിദാനം ചെയ്യുന്ന ആശയങ്ങളായിരിക്കില്ല സമാജ്വാദി പാർട്ടിക്കും തൃണമൂൽ കോൺഗ്രസിനും ഉണ്ടാവുക, DMK-ക്കും ഉണ്ടാവുക. പക്ഷെ അവരെല്ലാം ഒരു മിനിമം കാര്യത്തിൽ യോജിക്കുന്നു. കാരണം രാജ്യത്തൊരു മാറ്റം ആവശ്യമാണ്. ആ മാറ്റം എന്ന് പറയുന്നത് BJP സർക്കാരിനെ താഴെ ഇറക്കി കുറെ കൂടി ജനാഭിമുഖ്യമുള്ള, ജനാധിപത്യ ബോധമുള്ള, മൂല്യബോധമുള്ള, അതുപോലെ മീഡിയയുടെ സ്വാതന്ത്ര്യം, വിയോജിക്കാനുള്ള അവകാശം, ആവിഷ്കാര സ്വാതന്ത്ര്യം, വർഗീയതയ്ക്കെതിരെയുള്ള ഒരു പോരാട്ടം കൂടിയാക്കി അതിനെ മാറ്റാൻ പ്രതിപക്ഷ കക്ഷികൾ ഒരു കോമൺ മിനിമം പ്രോഗ്രാമിന്റെ അടിസ്ഥാനത്തിൽ മത്സരിക്കുന്നതിൽ എന്താ തെറ്റ്? അതിനോട് എന്തിനാണ് ശ്രീ നരേന്ദ്രമോദി ഇത്രമേൽ അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്നത്? ശ്രീ പ്രിന്റു നേരത്തെ പറഞ്ഞു ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഞങ്ങളുടെ ഭൂരിപക്ഷം കൂടെയുള്ളൂ. ഒരുപക്ഷെ അങ്ങനെ സംഭവിച്ചേക്കാം, സംഭവിക്കില്ല എന്നൊന്നും നമ്മൾ പറയണ്ട. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ സംഭവിക്കാൻ കൂടുതൽ സാധ്യതയുണ്ട് എന്ന് BJP കരുതുകയും ഒരളവിൽ ഈ എന്താ പറയാ നാഷണൽ മീഡിയകളെല്ലാം അത് ഏറ്റുപാടുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ ഒറ്റയ്ക്ക് മത്സരിച്ച് കോൺഗ്രസിനോ അല്ലെങ്കിൽ പ്രാദേശിക കക്ഷികൾക്കോ, നിലവിലുള്ള സമാജ്വാദി പാർട്ടിക്കോ അല്ലെങ്കിൽ നിതീഷ് കുമാറിന്റെ പാർട്ടിക്കോ ലല്ലുവിന്റെ പാർട്ടിക്കോ മമതാ ബാനർജിക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്റ്റാലിനോ കേരളത്തിൽ ഒന്നും CPI-ക്കോ CPM-നോ ഒന്നും ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിന്നുകൊണ്ട് BJPക്കെതിരെ പോരാടാനുള്ള ശേഷിയില്ലാതിരിക്കെ അവരൊരു മുന്നണി ഉണ്ടാക്കുന്നതിനെ എന്തിനാണ് ഇത്ര ഭയപ്പെടുന്നത്? എനിക്ക് തോന്നുന്നു ചെറിയൊരു ഭയം ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഈ പറയുന്ന ലാഘവത്തിൽ ഈ മുന്നണിയെ നേരിടാൻ കഴിയുമെന്ന് കരുതുന്ന ഒരാളല്ല ഞാൻ. കാരണം BJPക്ക് ഹാർട്ട് ലാൻഡിൽ ഇപ്പൊ രാജസ്ഥാനിലെയും മധ്യപ്രദേശിലെയും ഛത്തീസ്ഗഡിലെയും വിജയം അവർക്ക് കുറച്ച് ആത്മവിശ്വാസം നൽകിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ അജിംസെ അത്രയൊന്നും അടഞ്ഞ സാധ്യതയല്ല ഈ മുന്നണിക്ക് ഉള്ളതെന്ന് കൂടി നമ്മൾ പരിഗണിക്കണം. ദക്ഷിണേന്ത്യയിലേക്ക് വരൂ. കേരളത്തിൽ BJPക്ക് എന്താ സാധ്യതയുള്ളത്? തമിഴ്നാട്ടിൽ എന്താ സാധ്യതയുള്ളത്? കർണാടകത്തിൽ കഴിഞ്ഞ തവണയുള്ള അഡ്വാൻറ്റേജ് ഉണ്ടാവുമോ? തെലുങ്കാനയിൽ ഉണ്ടാവുമോ? ബംഗാളിൽ കോൺഗ്രസും CPM-ഉം കൂടി തൃണമൂലിന്റെ കൂടെ കൂടിയാൽ, അതുപോലെ ബീഹാറിൽ ഈ 3 കക്ഷികള് നിതീഷിന്റെ പാർട്ടിയും ലാലുവിന്റെ പാർട്ടിയും ഒപ്പം കോൺഗ്രസും ഇടതു കക്ഷികളും കൂടെ യോജിച്ചാൽ കഴിഞ്ഞ തവണ ആവർത്തിച്ച ആ സ്വീപ്പിംഗ് വിക്ടറി ആവർത്തിക്കാൻ BJPക്ക് കഴിയൂ? ഈവൻ കോൺഗ്രസും അതുപോലുള്ള മറ്റു കക്ഷികളെല്ലാം കൂടി ഏക മനസ്സോടെ UP-യിൽ മത്സരിച്ചാൽ കഴിഞ്ഞ തവണത്തെ പോലെ വാഷ് ഔട്ട് ആവൂ? ഇല്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഈ 3 സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് പരാജയപ്പെട്ടപ്പോഴും അവരുടെ വോട്ട് ബാങ്കിൽ BJP കരുതുന്ന പോലെ, പലരും കരുതുന്ന പോലെ അതിഭീകരമായ ഒരു ചോർച്ച സംഭവിച്ചിട്ടില്ല. 40% വോട്ട് രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും ഒക്കെ കോൺഗ്രസിന് ഉണ്ടെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അവിടുത്തെ പ്രാദേശിക കക്ഷികളും അതുപോലെ തന്നെ അവിടുത്തെ മറ്റ് സ്വാധീനമുള്ള ദേശീയ കക്ഷികളിലെ അവിടുത്തെ ശാഖകളും എല്ലാവരും കൂടി ഒരുമിച്ച് മത്സരിച്ചാൽ ഒരുപക്ഷെ ഈ പറയുന്ന ഒരു ഏകപക്ഷീയമായ വിജയം BJPക്ക് എടുക്കാൻ പറ്റും. ഡൽഹിയിൽ കഴിഞ്ഞ തവണ കിട്ടിയ 7 സീറ്റ് AAPയും കോൺഗ്രസും തമ്മിൽ യോജിച്ചാൽ ഉണ്ടാവും. പഞ്ചാബില് ഒരു സ്വീപ്പിംഗ് വിക്ടറിക്ക് സാധ്യതയുണ്ടോ? ഹിമാചൽ പ്രദേശ് ഓൾറെഡി തന്നെ കോൺഗ്രസ് ഭരിക്കുന്നു. അപ്പോ ഒരുപക്ഷെ ഗുജറാത്തിലും ഈ പറഞ്ഞ ചില സംസ്ഥാനങ്ങളിലൊക്കെ BJPക്ക് കൺവിൻസിംഗ് വിക്ടറി ഉണ്ടായേക്കാം. പക്ഷെ എല്ലാ സംസ്ഥാനങ്ങളും ഞങ്ങൾക്ക് അനുകൂലമാണ്. ഈ പറഞ്ഞ രാമൻ ഫാക്ടറി, രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടത്തി കഴിഞ്ഞാൽ രാമൻ ഇഫക്റ്റിന്റെ പേരിൽ ഇന്ത്യ മുഴുവൻ അങ്ങോട്ട് ഏകപക്ഷീയമായിട്ട് ജയിക്കാമെന്നൊക്കെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് മുഴുവൻ ഫലപ്രാപ്തിയിൽ എത്തും എന്ന് കരുതാൻ ഈ 26 കക്ഷികൾ ഒന്നിച്ചു നിന്ന് പോരാടിയാൽ, ഏകമനസ്സോടെ പോരാടിയാൽ, വിട്ടുവീഴ്ചയ്ക്കും ത്യാഗത്തിനും ഒരു വലിയ ലക്ഷ്യത്തിനും വേണ്ടി അവര് കൃത്യമായ പ്ലാനിങ്ങോടുകൂടി മുന്നേറിയാൽ നമ്മൾ വിചാരിക്കുന്ന അത്രയും വലിയ ഒരു വിജയം അല്ലെങ്കിൽ അത്രത്തോളം അനായാസമാകില്ല BJPയുടെ വിജയം എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ടാണ് ശ്രീ പ്രിന്റു മഹാദേവ്, ഇപ്പോൾ മോദിയാ പറയുന്നത് തെരഞ്ഞെടുപ്പ് എടുക്കാൻ പോവുകയാണ്, AIDMK-കാർ കേൾക്കുന്നുണ്ട്, അതുപോലെ ഇപ്പോൾ കൂടെയുള്ള അപ്നാദൾ പോലുള്ള ചെറിയ കക്ഷികളൊക്കെ കേൾക്കുന്നുണ്ട്. അപ്നാദളിനാണ് BJP കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സീറ്റുള്ള രണ്ടാമത്തെ NDA-യിലെ ഘടകകക്ഷി, 2 സീറ്റ് അവർക്കുണ്ട്. അപ്പോൾ ഈ കേൾക്കുന്നവരൊക്കെ BJPയോട് സ്വീകരിക്കുന്ന ഒരു നയം ഉണ്ടാവുമല്ലോ. കാരണം അവരുടെ കൂടെ കൂടിയാൽ ഉള്ള പാർട്ടി ശോഷിക്കും. ശിവസേനയ്ക്ക് പറ്റിയതുപോലെ പറ്റും, ഒന്നുകിൽ ശോഷിക്കും അല്ലെങ്കിൽ പിളർത്തും, അല്ലെങ്കിൽ അവിടെ BJP അധികാരത്തിൽ വരും. അങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ ത്രിപുരയിൽ നാം കണ്ടു, മണിപ്പൂരിലും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ഇത് മറ്റ് ചെറുകക്ഷികൾക്ക് ആ ബോധ്യമുണ്ടാകും. ഈ രാമക്ഷേത്രം എന്നൊരൊറ്റ തുറുപ്പ് ചീട്ടിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം നേടാൻ കഴിയും എന്ന ഒരു ആത്മവിശ്വാസം കൊണ്ടാണോ ഇനി മുന്നണിയൊന്നും വേണ്ട, BJP മാത്രം മതിയെന്ന് തീരുമാനിക്കുന്നത്? നിങ്ങൾ മോഡിയുടെ വാക്കുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. സത്യത്തിൽ അനിൽ ബോസ് നേരത്തെ പറഞ്ഞതും അത് തന്നെയാണ്. ഞാൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാക്കാതെ അദ്ദേഹം കടന്ന് ഇങ്ങനെ പറഞ്ഞു. ഇത് ഒന്ന് ഈ കോൺഗ്രസിൻ്റെ അനിൽ ബോസ് മുതൽ രാഹുൽ ഗാന്ധി വരെയുള്ള ആളുകളുടെ ഒരു പ്രത്യേകത, ഇവർ മസ്തിഷ്കം കൊണ്ട് ചിന്തിക്കുന്ന ആളുകളല്ല. മസ്തിഷ്കത്തിൽ കളിമണ്ണുള്ള ആളുകളായതുകൊണ്ട് പറയുന്നത് എന്താണെന്നും ഇവർ പറയുന്ന വാക്കെന്താണെന്ന് ഇവർക്ക് പോലും അറിയില്ല. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇടയ്ക്കിടയ്ക്ക് ഈ പാർലമെന്റിൽ നിന്ന് വിഡ്ഢിത്തരം വിളിച്ച് പറയുന്ന പോലെ ഈ അനിൽ ബോസ് ഈ ചാനൽ ചർച്ചയിൽ ഇരുന്നിട്ട് എന്തൊരു ബോഷ്കടി ഇയാൾ പറയുന്നത്. നരേന്ദ്രമോദി, ഞാൻ അതിനൊന്ന് പറഞ്ഞിട്ട് ഞാൻ അതിലേക്ക് വരാം. നരേന്ദ്രമോദി അർജുന മുണ്ടയെ കൊന്നു, ജഡ്ജിയെ കൊന്നു. ഒരു ആധുനിക സമൂഹത്തിലിരുന്നിട്ട് ഇങ്ങനെ പുലഭ്യം പറയാമോ അനിൽ ബോസെ? നിങ്ങളൊരു കോൺഗ്രസിൻ്റെ നേതാവല്ലേ, നിങ്ങൾ എന്തെങ്കിലും ഒരു മര്യാദ കാണിച്ചിട്ട് അതിലൊരു സത്യസന്ധമായ ഒരു കാര്യം പറയും. ഒരു ചാനൽ ചർച്ചയിൽ ഇരുന്നിട്ട് ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകൾ കാണുന്ന ചാനൽ ചർച്ചയിൽ മോഡി അർജുൻ മുണ്ടയെ കൊടുന്നു, ജഡ്ജിയെ കൊന്നു. ഇതെന്താ ഇത്? അങ്ങാടിയിൽ നമ്മളെ ഈ ശരിക്കും നമ്മുടെ ഈ ചായക്കടയിലെ അങ്ങാടി ചർച്ചയിൽ പറയുന്ന പോലെ അനിൽ ബോസ് ചാനൽ ചർച്ചയിൽ ഇരുന്ന് പറയുന്നതിന് മര്യാദ കാണിക്കും. ഞാൻ ആദ്യം അത് പറയാം. രണ്ടാമത്തെ കാര്യം, അംജി സാർ, നമ്മൾ ഇതിനകത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. മോഡി പറഞ്ഞത് മുന്നണി സംവിധാനം ഈ രാജ്യത്തിനുണ്ടാക്കിയ നഷ്ടമാണ്. ആ നഷ്ടത്തിൽ ജനതാ പാർട്ടി ആയിക്കോട്ടെ, യുണൈറ്റഡ് മുന്നണി ആയിക്കോട്ടെ, ആ കോൺഗ്രസിൻ്റെ സംവിധാനം UPAയും നേരത്തെ ചന്ദ്രശേഖരന് കോൺഗ്രസ്സുകാർ പിന്തുണ കൊടുത്തൊരു പശ്ചാത്തലമുണ്ട്. അതിൻ്റെ രാജീവ് ഗാന്ധിയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് ചന്ദ്രശേഖരൻ്റെ പിന്തുണ ഇവർ പിൻവലിക്കുന്നത്. രണ്ട് തവണയാണ് കോൺഗ്രസ്സുകാർ മുന്നണി. അതിനപ്പുറത്തുള്ള മുന്നണി സംവിധാനങ്ങൾ പരാജയമായിരുന്നു. ഈ രാജ്യത്തിനുണ്ടാക്കിയ നഷ്ടം വളരെ വലുതായിരുന്നു. ഇതിനെയാണ് അദ്ദേഹം കൂട്ടിയത്. അല്ലാതെ മുന്നണി സംവിധാനങ്ങൾ മോശമാണെന്നോ ഒന്നുമല്ല. ഇപ്പോൾ ഈ പറയുന്ന ഇന്ത്യ മുന്നണി മോദിയെ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, കൃത്യമായി പറയുന്നുണ്ട്, BJP ഒറ്റയ്ക്ക് കേവലം ഭൂരിപക്ഷം നേടുമെന്ന് അദ്ദേഹം ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. തീർച്ചയായും ഞങ്ങളൊരു കാര്യം പറയാം. ഈ UPA സർക്കാർ വന്ന 10 വർഷത്തെ മൻമോഹൻ സിംഗിൻ്റെ ഭരണത്തിൽ ഞങ്ങൾ കൃത്യമായി ഹോംവർക്ക് ചെയ്തിട്ടാണ് പിന്നീട് ഞങ്ങളുടെ പ്രവർത്തനങ്ങളുമായി ഒറ്റയ്ക്ക് വന്നത്. ഞങ്ങൾ തോറ്റപ്പോൾ ഈ കോൺഗ്രസ്സുകാർ ചെയ്യുന്നത് പോലെ പട്ടായ ബീച്ചിൽ പോയി രാഹുൽ ഗാന്ധി അടിച്ചു പൊളിക്കുന്ന പോലെ ഞങ്ങൾ ചെയ്തത്. 10 വർഷം ഈ രാജ്യത്തിൻ്റെ പൾസ് എന്താണെന്നും ഈ രാജ്യത്തിൻ്റെ ജനങ്ങളുടെ പ്രശ്നം എന്താണെന്നും മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങൾക്കിടയിൽ ഇറങ്ങി തിരിച്ചുകൊണ്ട് BJP ചെയ്ത പ്ലാനായിരുന്നു ഒറ്റയ്ക്ക് ഭൂരിപക്ഷത്തിൽ വരിക. ഇനിയും ഞങ്ങളുടെ പദ്ധതി അത് തന്നെയാണ്. സ്വാഭാവികമായിട്ട് ഒരു രാജ്യത്തിൻ്റെ നിയതമായ ഭരണഘടനയ്ക്ക് എപ്പോഴും ശാശ്വതമായിട്ടൊരു ജനാധിപത്യ മൂല്യങ്ങളെ അല്ലെങ്കിൽ ജനാധിപത്യത്തെ ശക്തമാക്കാൻ ഒറ്റയ്ക്കുള്ള ഭൂരിപക്ഷം വരുന്നത് വളരെ നല്ലതാണ്. നിങ്ങൾ നോക്കൂ, ഒരു സീറ്റിൻ്റെ ഭൂരിപക്ഷത്തിലാണ് വാജ്പേയിക്ക് ഭരണം നഷ്ടമായത്. നമുക്കറിയാലോ, ADMK അന്ന് വാജ്പേയി കരഞ്ഞുകൊണ്ടാണ് പാർലമെന്റിൽ നിന്ന് ഇറങ്ങിപ്പോയത്. നമുക്കറിയാലോ ആ ചരിത്രം. പിന്നീട് എന്താ സംഭവിച്ചത്? ഒറ്റ സീറ്റ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അന്ന് അനുഭവിച്ച പ്രശ്നങ്ങൾ അത് ഇല്ലാതാക്കാൻ വേണ്ടി BJP ഒറ്റയ്ക്ക് ഭൂരിപക്ഷത്തിൽ വരുന്നു എന്ന് ചിന്തിക്കുന്നതിൽ എന്താ തെറ്റ്? കോൺഗ്രസും ചിന്തിക്കൂ. അങ്ങനെ തന്നെയായിരുന്നല്ലോ കോൺഗ്രസ്സുകാരുണ്ടായിരുന്നത്. കോൺഗ്രസ് ഒറ്റയ്ക്ക് എത്ര തവണ വന്നിട്ടുണ്ട്? അവരന്ന് മുന്നണികളോട് കാണിച്ചുള്ള മര്യാദകൾ എന്താ? അതൊക്കെ നമുക്കറിയാലോ. ഇപ്പോൾ സത്യത്തിൽ ഈ കോൺഗ്രസിൻ്റെ കൂടെയുള്ള ഈ 26 കക്ഷികളിൽ സത്യത്തിൽ മുസ്ലിം ലീഗ് ആയിരുന്നു ഇവരുടെ കൂടെ സത്യത്തിൽ ഒന്ന് ഉറച്ചു നിന്നിരുന്ന ഒരു പാർട്ടി. ഇന്ന് സത്യത്തിൽ മുസ്ലിം ലീഗ് പോലും ഇവരുടെ കൂടെ നിൽക്കാൻ താല്പര്യപ്പെടുന്നില്ല. മുസ്ലിം ലീഗ് നാളെ ഒന്ന് CPM-കാരോ ഒന്ന് ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ അവർ മുന്നണി മാറും. പിന്നെ ആകെ RS പേര് ചിലപ്പോൾ പ്രേമചന്ദ്രൻ നിൽക്കും. കാരണം പ്രേമചന്ദ്രനും പിണറായി വിജയനും പ്രശ്നമായതുകൊണ്ട് പ്രേമചന്ദ്രൻ ആരാണ് ഈ 26 പേരിൽ കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കുക? നിങ്ങൾ സത്യസന്ധമായിരുന്നു. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നല്ല മധ്യപ്രദേശിൽ അഖിലേഷ് യാദവിൻ്റെ പാർട്ടി കോൺഗ്രസിനോട് 4 സീറ്റാണ് ചോദിച്ചത്. കൊടുത്തോ? ഉത്തർപ്രദേശിലെ നമ്പർ 1 കക്ഷിയായിട്ടുള്ള അഖിലേഷ് യാദവിന് മധ്യപ്രദേശിൽ 4 സീറ്റ് കൊടുക്കാൻ പോലും മര്യാദ കാണിക്കാത്ത കോൺഗ്രസ്സുകാർ പിന്നെ എങ്ങനെയാണ് ഈ മുന്നണി സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോവുക? ഇതിൻ്റെ ഒരു പ്രാക്ടിക്കലായിട്ടുള്ള ഡിഫിക്കൽട്ടാണ് പറഞ്ഞത്. ഇത് സാമ്പാർ മുന്നണിയാണ്. കാരണം ഒന്നാം UPA സർക്കാരത്ത് ഈ കോൺഗ്രസിൻ്റെ ബുദ്ധി കേന്ദ്രം എന്ന് പറയുന്നത് 3 പേരായിരുന്നു. 1 അഹമ്മദ് പട്ടേൽ, 2 ഗുലാം നബി ആസാദ്, 1 സോണിയാഗാന്ധി. ഈ 3 പേരടങ്ങുന്ന കൃത്യമായിട്ടുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള 3 പേരായിരുന്നു ഭരണത്തെ നിയന്ത്രിച്ചിരുന്നത്. അത് ഗുലാം നബി ആസാദ് എവിടെ? ഗുലാം നബി ആസാദിൻ്റെ ഈ കോൺഗ്രസിൻ്റെ അനിൽ ബോസ്, നിങ്ങളൊന്ന് മനസ്സിലാവും. ഗുലാം നബി ആസാദിൻ്റെ ബുക്ക് ഫെബ്രുവരിയിൽ പബ്ലിഷ് ചെയ്യും. നിങ്ങളുടെ കോൺഗ്രസ് ഭരണകാലത്ത് നടന്ന അടുക്കള രഹസ്യങ്ങളും അങ്ങാടി രഹസ്യങ്ങളും നിങ്ങൾ ഈ രാജ്യത്ത് നടത്തിയ അഴിമതിയുടെ സകല കഥകളും ഗുലാം നബിയുടെ പുസ്തകത്തിലൂടെ ഫെബ്രുവരി വരാൻ പോവാണ്. നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആളല്ലേ ഗുലാം നബി ആസാദ്? നിങ്ങളുടെ കാശ്മീരിലെ മുഖ്യമന്ത്രിയല്ലേ ഗുലാം നബി ആസാദ്? സോണിയാഗാന്ധിയുടെ വിശ്വസ്തനായിരുന്നില്ല ഗുലാം നബി ആസാദ്? ഇത് BJP-കാരൻ നരേന്ദ്രമോദിയോ അമിത്ഷായോ പറയുന്നത് ബുക്ക് വരാൻ പോവുകയാണ്. പിന്നെ ഞാൻ നേരത്തെ ഈ അനിൽ ബോസ് പറഞ്ഞു, രാജയെയും അദ്ദേഹം തന്നെ പറഞ്ഞു, രാജയെയും കനിമൊഴിയും ഒക്കെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തു. അങ്ങനെ അവിലൂസ് ഉണ്ട മോഷ്ടിച്ചതിനാണ് അവരെ അറസ്റ്റ് ചെയ്ത് നിങ്ങൾ ജയിലിലിട്ടത്. നിങ്ങളുടെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് ബോധ്യമില്ലാതെ നിങ്ങളെ മന്ത്രി എങ്ങനെ നിങ്ങൾ ജയിലിടുക? അതെന്ത് മുന്നണി സംവിധാന? നിങ്ങൾ തന്നെ പറഞ്ഞു അവരെ കുറ്റവിമുക്തരാക്കിയത്.
ഇത് രണ്ടും പറയുന്നത് അനിൽ ബോസാ. ഇതിൽ എന്ത് ലോജിക്കാണുള്ളത്? അല്ല, അതിലൊരു ലോജിക് ഉണ്ട്. സ്കാം ഉണ്ടായപ്പോൾ ഒരു JPC വേണമെന്ന് പ്രതിപക്ഷം നിങ്ങൾ ആവശ്യപ്പെടുകയും നിങ്ങൾ ബഹളമുണ്ടാക്കുകയും ചെയ്തപ്പോൾ ആ സർക്കാർ അംഗീകരിച്ചൊരു സംയുക്ത പാർലമെന്ററി കമ്മിറ്റി അത് അന്വേഷിച്ചു. ഈ 9 വർഷക്കാലം ഏതെങ്കിലും ഒരു അഴിമതി ആരോപണത്തിൽ എന്തെങ്കിലും ഒരു അന്വേഷണം ഉണ്ടെങ്കിൽ നമുക്ക് പറയാമായിരുന്നു. സാർ ഒന്ന് മനസ്സിലാക്കണം, ഈ 2G സ്കാമിന് ഞാൻ അതിലേക്ക് ഞാൻ പോയിട്ട് അതിനെ വൈഡ് ചെയ്ത് സംസാരിച്ചു. 2G സ്കാമിനകത്ത് നടന്നത് എന്താ? ഈ അനിൽ ബോസ് നേരത്തെ പറഞ്ഞ ഊഹത്തിനധിഷ്ഠിതമായി ഈ രാജ്യത്തിനുണ്ടായ നഷ്ടം 1,76,000 കോടി രൂപയാണ്. അത് റെക്കോർഡിക്കലില്ല, പേപ്പറിനകത്തില്ല, രേഖകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് പരമോന്നത നീതിപീഠം ഇവരെ പുറത്തേക്ക് വിടുന്നത്. അല്ല, അത് കണ്ടെത്തിയ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ കോടതിയിൽ മാപ്പപേക്ഷ കൊടുത്ത വാർത്ത കണ്ടതാണോ പ്രിന്റു? അത് ആ വാദം ഉന്നയിച്ച കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ കോടതിയിൽ തന്നെ അത് പറഞ്ഞു. അത് എൻ്റെ ഒരു ഊഹമായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അല്ല, അതിനകത്ത് കോടതിയിൽ ഈ പേപ്പറിനകത്ത് ഫാക്റ്റുകളുടെ കൃത്യമായിട്ടുള്ള കണ്ടെത്തൽ നടന്നില്ല. അത് ഇത് ഊഹത്തിനാണ്. ഇത് ലോജിക് ഉണ്ടല്ലോ, നമ്മൾ ഇവരെങ്ങനെയാണ് നടത്തിയത്. അഴിമതി ബുദ്ധിപരമായി ഇന്ത്യ ചരിത്രത്തിൽ കണ്ട ഏറ്റവും അംജി സാർ, ഇന്ത്യ കണ്ട ചരിത്രത്തിൽ ഏറ്റവും ബുദ്ധിപരമായ അഴിമതിയായിരുന്നു 2G സ്പെക്ട്രം. അതുകൊണ്ടാണ് അതിനെ കൃത്യമായി കോടതിയുടെ മുമ്പിൽ പോലും ഇവരെന്ത് ചെയ്തു, അതിന് തെളിവുകൾ മായ്ച്ചു കളഞ്ഞു. പോപ്പേഴ്സ് കേസ് അഴിമതി രാജീവ് ഗാന്ധി നേരിട്ട് നടത്തിയ അഴിമതിയല്ലേ? അനിൽ ബോസ് പറഞ്ഞല്ലോ, 2G കേസിൽ നിങ്ങൾ അന്ന് പറഞ്ഞതുപോലെ 12 ലക്ഷം കോടി രൂപയുടെ അഴിമതി നടന്നെങ്കിൽ ഈ 9 കൊല്ലം ഭരിച്ചിട്ട് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? അല്ല, 1,76,000 കോടി രൂപ, 1,76,000 രൂപയുടെ രാജ്യത്തിനുണ്ടായ നഷ്ടം. ഞാൻ പക്ഷേ കോടതി വ്യവഹാരങ്ങളല്ലേ സാർ, കോടതി വ്യവഹാരങ്ങളിൽ എപ്പോഴും ഫാക്റ്റുകളും തെളിവുകളുമാണ് സംസാരിക്കുക. രാജ്യത്ത് എന്താണ് നടന്നതെന്നും 2G സ്പെക്ട്രവുമായി ബന്ധപ്പെട്ട് എന്താണ് നടന്നത് എന്ന ആരോപണം ഔദ്യോഗികമായി ഉന്നയിച്ച CAG തന്നെ കോടതിയിൽ പറഞ്ഞു. അതായത് എന്റെ പറമ്പിൽ നിൽക്കുന്ന പശു പ്രിന്റുവിന്റെ പറമ്പിലെ പുല്ല് തിന്നാൽ എന്ന നഷ്ടക്കണക്കാണ് അദ്ദേഹം പറഞ്ഞത്. അല്ല, ഞാൻ അങ്ങനെ അഴിമതികളാണല്ലോ കോൺഗ്രസ്സുകാരെ ആരെങ്കിലും അഴിമതി പഠിപ്പിക്കണോ? നിങ്ങൾ കൽക്കരി കുംഭകോണം. ഇപ്പം ഞാനൊരു കാര്യം പറയാം, ഛത്തീസ്ഗഡിൽ ഭൂപേഷ് ബംഗലായിരുന്നല്ലോ ഇവരുടെ മുഖ്യമന്ത്രി. അദ്ദേഹം അവിടെ നടത്തിയ അഴിമതി എന്തിനാണെന്നറിയോ സാർ? ചാണകത്തിലാണ്. ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായി ചാണകത്തിൽ അഴിമതി നടത്തിയത് ഈ ഭൂപേഷ് ബംഗലാണ്. അതുകൊണ്ടാണ് ഛത്തീസ്ഗഡിൽ അദ്ദേഹത്തിന് അവിടെ നിന്ന് എടുത്തു ജനങ്ങൾ. ഇവർ എവിടെയാണോ പോയിട്ടുള്ള അഴിമതിയില്ലാത്ത ഒരു സർക്കാർ കോൺഗ്രസിന് ഉണ്ടായിട്ടുണ്ടോ? ഇപ്പം കേരളത്തിൽ പോലും നമ്മൾ കണ്ടില്ല, സോളാർ കേരളത്തിലല്ല ഉണ്ടായത്. അപ്പൊ അഴിമതി ഇല്ലാത്ത ഗാന്ധിജിയുടെ പിൻഗാമികളും സത്യസന്ധരാണ് ഈ കോൺഗ്രസ്സുകാരെന്ന് അനിൽ ബോസ് പറഞ്ഞാൽ ഇവിടെ അരിഹാരം കഴിയുന്ന ജനങ്ങൾ വിശ്വസിക്കോ? ജനങ്ങൾ വിശ്വസിക്കോ? ശ്രീ അനിൽ ബോസ്, ഈ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ശക്തിയും ദൗർബല്യവും അതിന്റെ ഇതുവരെയുള്ള ട്രാക്ക് റെക്കോർഡാണ്. ആ ട്രാക്ക് റെക്കോർഡ് കോൺഗ്രസിനെ പറ്റി ഒരു ഇമേജ് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് അഴിമതിയാണ്, അതിൻ്റെ ഒരു മുഖമുദ്ര, കുടുംബാധിപത്യമാണ്, സ്വന്തക്കാർക്ക് വേണ്ടി ഇഷ്ടക്കാർക്ക് വേണ്ടിയുള്ള ഭരണമാണ്. ഈ ആക്ഷേപം BJP സ്ഥിരമായി നിരന്തരമായി ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് തന്നെ ആവർത്തിക്കുകയാണെന്ന് മോദി ചെയ്തത്. ഞാനതിലേക്ക് വരാം. ഞാൻ ഈ ചർച്ചയിൽ പറഞ്ഞ, എനിക്ക് അജിംസിനോടാണ് എൻ്റെ ചോദ്യം, ഞാൻ എന്താണ് വസ്തുതാവിരുദ്ധമായി ഈ ചർച്ചയിൽ പറഞ്ഞത്? അമിത്ഷായ്ക്കെതിരെ വിധി പറഞ്ഞ ജസ്റ്റിസ് ലോയ വാഹനാപകടത്തിലാണോ കൊല്ലപ്പെട്ടത്? ഇത് സംബന്ധിച്ച് അന്വേഷിക്കണം എന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ ആവശ്യപ്പെട്ടിട്ട് ഗുജറാത്തിലെ BJP സർക്കാരോ ഇന്ത്യയിലെ BJP സർക്കാരോ അന്വേഷിക്കാൻ തയ്യാറായോ? എൻ്റെ ചോദ്യം അജിംസിന് പറയാനുള്ള പറഞ്ഞാൽ വസ്തുതാവിരുദ്ധത എന്ന് പറഞ്ഞാൽ അദ്ദേഹം മരിച്ചത് വാഹനാപകടത്തിലല്ല. അദ്ദേഹത്തിന്റെ മരണം ഹാർട്ട് അറ്റാക്ക് വഴിയാണെന്നാണ് മെഡിക്കൽ സയൻസ് കണ്ടെത്തിയത്. അദ്ദേഹം മഹാരാഷ്ട്രയിലായിരുന്നു, ഗുജറാത്തിലായിരുന്നില്ല. ആയിക്കോട്ടെ, എൻ്റെ ചോദ്യം അതല്ല. അയാൾക്ക് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചോ, വണ്ടി അപകടത്തിൽ മരിച്ചോ, പോലീസ് റിപ്പോർട്ടോ ഡോക്ടർ റിപ്പോർട്ടോ എന്തോ ആട്ടെ, ആ മരണത്തിൽ സംശയമുള്ള കുടുംബാംഗങ്ങൾ പരാതി കൊടുത്താൽ അത് സംബന്ധിച്ച് അന്വേഷിക്കണമോ വേണ്ടയോ? അതാണ് എൻ്റെ ചോദ്യം. എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല? അതിന് ഉത്തരം പറഞ്ഞാൽ മതി. 2, അർജുൻ മുണ്ടെ BJP ദേശീയ നേതൃത്വവുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടാക്കി, കലാപമുണ്ടാക്കി, പാർട്ടിയിൽ വലിയ പ്രക്ഷോഭം സംഘടിപ്പിച്ച് നിൽക്കുന്ന സന്ദർഭത്തിലാണ് അദ്ദേഹത്തിൻ്റെ വെളുപ്പാങ്കാലത്തെ യാത്രക്കിടയിലുള്ള വാഹനം ഇടിച്ചുള്ള മരണം. ഇത് സംബന്ധിച്ച് സുതാര്യമായ അന്വേഷണം. അദ്ദേഹം ചെറിയൊരാളായിരുന്നില്ല. അങ്ങ് പറഞ്ഞതിലെ വസ്തുതാ പ്രശ്നം പ്രിന്റ് പറയുന്നത് മുണ്ടെ, സോറി, അത് ഞാൻ തിരുത്തുന്നു. കറക്റ്റ് എൻ്റെ പിശകാണ്, ഞാനത് അംഗീകരിക്കുന്നു. പേരിലൊരു പറഞ്ഞതിൽ തെറ്റ് വന്നു, സോറി.
ഞാനത് തിരുത്തുന്നു. ഞാൻ മുണ്ടേ, ആ മുണ്ടയെ കൊല ചെയ്തതുമായി ബന്ധപ്പെട്ട കേസിൽ സുതാര്യമായ, കാരണം അത് വെറുമൊരു വ്യക്തിയായിരുന്നില്ലല്ലോ, വ്യക്തിയാണെ പോലും അന്വേഷിക്കണം പരാതി ഉയർന്നാൽ, ഇത് സംബന്ധിച്ച് സുതാര്യമായ അന്വേഷണം നടത്തി അതിൻ്റെ നിജസ്ഥിതി ഇന്ത്യൻ പൊതുസമൂഹത്തെ, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ മതിയായ അർത്ഥത്തിൽ ബോധ്യപ്പെടുത്തി. അദ്ദേഹത്തിൻ്റെ മകൾക്ക് പിന്നീട് പ്രശ്നമുണ്ടായപ്പോൾ സീറ്റ് കൊടുക്കാൻ കാര്യങ്ങളുമൊക്കെ ചെയ്തിട്ടുണ്ട്, അത് വേറെ കാര്യം. ഞാൻ ചോദിക്കട്ടെ, ഇവരുടെ വലിയ നേതാവായിരുന്നല്ലോ അടൽ ബിഹാരി വാജ്പേയി നേതൃത്വം നൽകിയപ്പോൾ ഇന്ത്യ തിളങ്ങുന്നു എന്ന ക്യാമ്പയിൻ നൽകി രാജ്യം മുഴുവൻ ചർച്ച ചെയ്തത് നരേന്ദ്രമോദിയുടെ പേരായിരുന്നില്ലല്ലോ. വാജ്പേയിക്ക് ശേഷം രാജ്യത്ത് ഉയർന്നു വരുന്ന BJP നേതാവായി നാം കണ്ടത്, ഈ രാജ്യം കണ്ടത് പ്രമോദ് മഹാജനെയാണ്. പ്രമോദ് മഹാജൻ്റെ ദുരൂഹമായ മരണം സഫ്ദർജംഗ് റോഡ് 7 എന്ന് പറയുന്ന വീട്ടിലാണ്. എന്താണ്, നിങ്ങളൊന്ന് അന്വേഷിക്കുക, സുതാര്യമായി അന്വേഷിച്ച് പ്രമോദ് മഹാജൻ എങ്ങനെയാണ് മരിച്ചത്. ഇവരെല്ലാ മരണങ്ങളിലും കൊലപാതകങ്ങളിലും രാഷ്ട്രീയത്തിലും അഴിമതി ആരോപണങ്ങളിലും ആക്ഷേപം ഉന്നയിക്കുന്നവരല്ലേ. ഞാൻ ഈ 3 കാര്യങ്ങളെ ചോദിക്കുന്നുള്ളൂ. ഈ 3 കാര്യങ്ങൾ അതിന് സുതാര്യമായി ഇന്ത്യൻ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താനുള്ള വിശ്വാസയോഗ്യമായ ഏതെങ്കിലും അന്വേഷണ ഏജൻസി ഇപ്പോൾ ഉണ്ടോ? ഇനി 2G സ്പെക്ട്രവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ 12 ലക്ഷം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം 1.25 2 ലക്ഷം കോടി എന്ന് തന്നെ വെച്ചു. ആ ഉദ്യോഗസ്ഥൻ ഊഹക്കണക്ക് കൊടുത്ത് ഇത്തരം ഒരു ആരോപണങ്ങൾ സൃഷ്ടിക്കാനും അത് വിശ്വാസയോഗ്യമായ രീതിയിൽ പരാതിയായി വരാനും, ആ പരാതി വന്നപ്പോൾ UPA ഗവൺമെൻറ് ഡോക്ടർ മൻമോഹൻ സിംഗ് മുഖം തിരിക്കുകയല്ല ചെയ്തത്. അത് സ്വതന്ത്രമായി അന്വേഷിച്ച് FIR ഇട്ടായി FIRൻ്റെ അടിസ്ഥാനത്തിൽ കൂടെയുള്ള മന്ത്രിമാർ സർക്കാർ പോകുമെന്ന് അറിഞ്ഞിട്ട് കേസെടുക്കുകയാണ് ചെയ്തത്. ആ ഇച്ഛാശക്തി കാണണ്ടേ? ആ പറഞ്ഞാൽ എവിടെയാ തെറ്റ്? പിന്നീട് അദ്ദേഹത്തിന് കൊടുത്ത പ്രത്യുപകാരം എന്താ? BJP സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ റിട്ടയർമെൻറ്റിന് ശേഷവും പുതിയ പദവി അനുവദിച്ച് ആ സ്ഥാനത്ത് അവരോധിക്കുകയാണ് ചെയ്തത്. എന്നിട്ടും ഈ കേസ് വന്നപ്പോൾ അദ്ദേഹം കണ്ടുപിടിച്ചു എന്ന് പറയുന്ന കണക്ക് ബോധ്യപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ലെങ്കിൽ അത് കൃത്യമായി ബോധ്യപ്പെടുത്തേണ്ടത് ആരാ? ഈ സർക്കാർ അധികാരത്തിൽ വരാൻ അവസരം ഉണ്ടാക്കിയതല്ലേ. അദ്ദേഹം പറഞ്ഞു, ഭംഗ്യന്തരേണ പറഞ്ഞു പോയി. സോളാർ CBI അല്ലേ അന്വേഷിച്ചത്? നരേന്ദ്രമോദിയുടെ സർക്കാരല്ലേ അന്വേഷിച്ചത്? സോളാർ കേസിൽ ഉമ്മൻചാണ്ടിക്കെതിരെ നിങ്ങളുടെ CBI, ഞങ്ങളുടെ അല്ലല്ലോ, നിങ്ങളുടെ CBI ഉമ്മൻചാണ്ടിക്കെതിരെ കേസെടുത്തോ? മറ്റേതെങ്കിലും കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കേസെടുത്തോ? എന്തുകൊണ്ട് കേസെടുത്തില്ല? ഞങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണോ? ഞങ്ങളെല്ലാവരും പുണ്യവാന്മാരാണ് എന്ന് നിങ്ങൾ അങ്ങ് സാക്ഷ്യവർത്തം കൊടുക്കാനുള്ള ആദരവ് കൊണ്ടാണോ, ബഹുമാനം കൊണ്ടാണോ? നിങ്ങൾക്ക് തെളിയിക്കാൻ ഒരു കുന്തോ ഇല്ലായിരുന്നു സാർ, ഒരു കുന്തോ ഇല്ല. രാഷ്ട്രീയ എതിരാളികളെ പീഡിപ്പിക്കാൻ കഴിയുന്ന ഒരു തെളിവും, ഒരു രോമകൂപം പറിക്കാൻ കഴിയുന്ന ഒന്നും നിങ്ങളുടെ ഇല്ലായിരുന്നു. മനസ്സിലായില്ലേ? അല്ല, ചുമ്മാ അഴിമതി എന്ന് പറഞ്ഞ് പ്രൊപ്പഗണ്ട സൃഷ്ടിച്ച് അങ്ങ് കടന്നുപോയാൽ പറ്റില്ല. ഒരു ചർച്ചയിൽ സത്യസന്ധമായി ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയണം. ഞങ്ങൾ JPC വെച്ച കാര്യം അജിംസ് ഇവിടെ പറഞ്ഞു. നിങ്ങളോട് പാർലമെൻറ്റിൽ സംസാരിക്കുന്ന ആളുകളെ നിങ്ങളെന്താ ചെയ്തത്? ഇന്ത്യയുടെ ചരിത്രത്തിൽ പ്രതിപക്ഷത്ത് നിങ്ങൾക്കിപ്പോൾ ഇത്രയും ഭൂരിപക്ഷം ഉള്ളപ്പോൾ പോലും അംഗബലമില്ലാത്ത, ശക്തിയില്ലാത്ത, അറിവില്ലാത്ത, വിവരമില്ലാത്ത, വായി വരുന്നത് കോതയ്ക്ക് പോട്ട് പോലെ പ്രസംഗിക്കുന്ന ആളുകളെ ശശി തരൂരിനെ നിങ്ങൾ പുറത്താക്കി. എനിക്ക് ശശി തരൂരിനെ പുറത്താക്കിയാൽ ഞാൻ അങ്ങ് അംഗീകരിച്ചു, രാഹുൽ ഗാന്ധിയെ പുറത്താക്കി അംഗീകരിച്ചു, KC വേണുഗോപാലിനെ പുറത്താക്കി അംഗീകരിച്ചു, ആരെ പുറത്താക്കിയാലും ഞാൻ അംഗീകരിച്ചു. പക്ഷെ എൻ്റെ ചോദ്യം, സഭയിലില്ലാത്ത കനിമൊഴിയെ നിങ്ങൾ പുറത്താക്കി. അതെന്ത് രാഷ്ട്രീയമാണ്? എന്ത് പാർലമെന്ററി പ്രവർത്തനമാണ്? സഭയിൽ ഹാജരാകാത്ത ആളെ നിങ്ങൾ എങ്ങനെയാണ് സസ്പെൻഡ് ചെയ്യുന്നത്? ശശി തരൂരിനെ കുറിച്ച് അഭിപ്രായമില്ല. അജിംസെ, ഞാൻ ചോദിക്കുന്ന മുഴുവൻ പ്രതിപക്ഷത്തെ അംഗങ്ങളെ സസ്പെൻഡ് ചെയ്തോ? അല്ല, ഞാൻ മുഴുവൻ പ്രതിപക്ഷത്തെ അംഗങ്ങളെ നിങ്ങൾ സസ്പെൻഡ് ചെയ്തോളാൻ. പക്ഷെ സഭയിൽ ഹാജരാകാത്ത കനിമൊഴിയെ സസ്പെൻഡ് ചെയ്ത സ്പീക്കറാണ് BJPയുടേത്. അപ്പോൾ ആരുടെ നിർദ്ദേശമാണ്? എന്തിനാണ് ഇത്രയും ആളുകളെ കൂട്ടത്തോടു കൂടി സസ്പെൻഡ് ചെയ്യുന്നത്? ആ രാഷ്ട്രീയം രാജ്യം ചർച്ച ചെയ്യുമെന്ന്. ആ രാഷ്ട്രീയം രാജ്യം ചർച്ച ചെയ്യും. ഏകപക്ഷീയമായ ഭൂരിപക്ഷമുണ്ടായിട്ടും ഒറ്റയ്ക്ക് ഭൂരിപക്ഷമുണ്ടായിട്ടും പ്രതിപക്ഷ ശബ്ദങ്ങളെ കേൾക്കാതെ സഭയിൽ ഹാജരാകാത്ത ആളുകളെ അടക്കം സസ്പെൻഡ് ചെയ്യുന്ന രാഷ്ട്രീയം ഈ രാജ്യം ചർച്ച ചെയ്യുമെന്ന്. അതിന് ചുമ്മാ അഴിമതി എന്ന് പറഞ്ഞങ്ങ് കടന്നുപോയപ്പോഴാ. ഞാൻ ചോദിക്കട്ടെ, ഈ അഴിമതിക്കാരനായ അജിത് പവാറിനെ മഹാരാഷ്ട്രയിൽ മുഖ്യമന്ത്രിയാക്കാൻ ശ്രമിച്ചായിരുന്നല്ലോ നിങ്ങൾ. രാഷ്ട്രപതിയുടെ ഓഫീസിന് വരെ ദുരുപയോഗം ചെയ്തില്ലേ? ഡൽഹിയിലില്ലാത്ത രാഷ്ട്രപതിയുടെ ഒപ്പിട്ട് കത്ത് പോയില്ലേ? ഗവർണർക്ക് നിഷേധിക്കാൻ കഴിയുമോ? നിങ്ങൾക്ക് ഭൂരിപക്ഷം ഉണ്ടാക്കാൻ കഴിഞ്ഞോ? ഇപ്പം എന്താ സ്ഥിതി? മഹാരാഷ്ട്രയിലെ മുന്നണി രാഷ്ട്രീയത്തിനെതിരാണെങ്കിൽ നിങ്ങളൊരു പാർട്ടിയെ പിളർത്തി ആ പാർട്ടിയിലൂടെ മുഖ്യമന്ത്രിയായിട്ട് ഒരു സമ്പൂർണ്ണ ക്യാബിനറ്റ് ഉണ്ടാക്കാൻ ഇതുവരെ കഴിഞ്ഞോ?
മുന്നണി രാഷ്ട്രീയത്തിനെ വിമർശിക്കുമ്പോൾ നരേന്ദ്രമോദിക്ക് കഴിയണം. മഹാരാഷ്ട്രയിൽ നിങ്ങൾ അട്ടിമറിച്ച ഗവൺമെന്റിന് പകരം സുതാര്യമായ സമ്പൂർണ്ണ ക്യാബിനറ്റ് ഗവൺമെന്റ് ഉണ്ടാക്കാൻ നിങ്ങൾ കഴിയണം. മുന്നണി മര്യാദകൾ പറയണ്ട. ഞാൻ ചോദിച്ചിട്ട് ഒരു മഹാരാഷ്ട്രയിലെ മുന്നണി മര്യാദകൾ പറയണ്ട. നിങ്ങൾ സംസാരിച്ചപ്പോൾ ഇടപെട്ടില്ല. ഔചിത്യം കാണിക്കുക. ഒരു നിമിഷം, ഒരു പാർട്ടി മുന്നണി മാറുന്നത് സംസാരിച്ച് ഒരുപാട് വിമർശിച്ചപ്പോഴും ഞാൻ അദ്ദേഹം സംസാരിച്ചപ്പോൾ ഇടപെട്ടില്ല, അദ്ദേഹം അപഹസിച്ചപ്പോൾ ഞാൻ ഇടപെട്ടില്ല. ഈ ചർച്ചയിൽ പങ്കെടുത്ത എന്നെ അപഹസിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പാർട്ടിയെ അപഹസിച്ച് പറഞ്ഞല്ലോ. രാഹുൽ ഗാന്ധിയെ കുറിച്ച് വ്യക്തിപരമായി ആക്രമിച്ചല്ലോ. ഞാൻ മറുപടി പറഞ്ഞു. ഞാൻ ഇടപെട്ടോ? ഇല്ലല്ലോ. ഞാൻ ചോദിക്കുന്നത്, കേരളത്തിലെ ആണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ഒരു മുന്നണിയിൽ യോജിക്കാൻ കഴിയാത്ത പാർട്ടികൾ ആ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രപരമായ നിലപാടിൻ്റെ പേരിലോ വിയോജിപ്പിൻ്റെ പേരിലോ മുന്നണി വിട്ടിട്ടുണ്ട്. ഇടത് മുന്നണിയിൽ നിന്ന് വിട്ടിട്ടുണ്ട്, ഐക്യജനാധിപത്യ മുന്നണിയിൽ നിന്ന് വിട്ടിട്ടുണ്ട്, BJP-യിൽ നിന്ന് വിട്ടിട്ടുണ്ട്, അതല്ലാത്ത മുന്നണികൾ വിട്ടിട്ടുണ്ട്. അത് പേഴ്സണൽ അല്ല, അത് മനസ്സിലാക്കൂ. അതൊരു വ്യക്തിപരമായ തീരുമാനമുള്ള ഒരു പാർട്ടിയുടെ തീരുമാനമാണ്. ഞാൻ ചോദിക്കുന്ന, മഹാരാഷ്ട്ര പോലെ ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനത്ത് നിങ്ങൾ ഗവൺമെന്റിനെ അട്ടിമറിച്ചു, ഞങ്ങൾ അംഗീകരിക്കുന്നു. നിങ്ങളുടെ കയ്യൊക്ക്, നിങ്ങളുടെ ബലം ഞങ്ങൾ അംഗീകരിക്കുന്നു. പകരം ഒരു ഗവൺമെന്റിനെ നിങ്ങൾ സൃഷ്ടിക്കുമ്പോൾ സ്പീക്കർ മാത്രം മതിയോ? മുഖ്യമന്ത്രി മാത്രം മതിയോ? അവിടെ ബന്ധപ്പെട്ട വകുപ്പുകൾക്കെല്ലാം മന്ത്രിമാരുണ്ടാകണ്ടേ? നിങ്ങളെ കൊണ്ട് അതിന് കഴിഞ്ഞോ? ഒരു സമ്പൂർണ്ണ ക്യാബിനറ്റിനെ നിങ്ങളുടെ ഗവൺമെന്റിന് കൊടുക്കാൻ കഴിഞ്ഞോ എന്ന ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറയണം. ഈ മഹാരാഷ്ട്ര എന്ന് പറയുന്ന നാടിനോട് നിങ്ങൾ ചെയ്ത അതിക്രൂരതയാണ്. പിന്നെ മുന്നണി രാഷ്ട്രീയം. യെഡിയൂരപ്പ, നിങ്ങളുടെ BJP മുഖ്യമന്ത്രി മുന്നണിയിലല്ലേ നിന്ന് കുതിരക്കച്ചവടം നടത്തി അഴിമതിയുടെ പേരിൽ, കൽക്കരി കുംഭകോണത്തിന്റെ പേരിൽ പിന്നെ അഴിമതി ആരോപണ വിധേയനായി പുറത്തുപോയ ആളല്ലേ യെഡിയൂരപ്പ? നിങ്ങളുടെ നേതാവായിരുന്നപ്പോൾ അദ്ദേഹം പുണ്യവാളനായിരുന്നു. ആസൂത്രണ കൊലപാതകത്തിന്റെ പേരിൽ ജയിലിൽ കിടന്ന ആളല്ലേ അമിത്ഷാ? ഈ നാട്ടിൽ വംശവെറിയുടെ പേരിൽ ജയിലിൽ കിടന്ന ആളല്ലേ അമിത്ഷാ? അല്ലേ? നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് അതിനെക്കുറിച്ച്? പിന്നെ നരേന്ദ്രമോദിക്കെതിരെ കേസെടുക്കാൻ അദ്ദേഹത്തിന്റെ കീഴിൽ സംഘപരിവാറിന്റെ ബലത്തിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ താക്കോൽ സ്ഥാനങ്ങളിൽ കൊണ്ടുവച്ചിരിക്കുന്നുണ്ട്, കഴിയുന്നില്ല. അതുകൊണ്ട് മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിലും മാറുന്ന രാഷ്ട്രീയ സാഹചര്യത്തിലും ഒരു ജനാധിപത്യ ക്രമത്തിൽ സ്വാതന്ത്ര്യം അനുവദിക്കുന്ന ഒരു ഗവൺമെന്റ് ഈ രാജ്യത്തുണ്ടാകണം. അതാണ് പൊതു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ യോജിച്ചത്. ഒരു സംശയം വേണ്ട, 440 സീറ്റിൽ ഞങ്ങൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് മുന്നണി ഉണ്ടാക്കിയിരിക്കുന്നത്. ആ മുന്നണിയുടെ ആലോചനകളും ഇതുവരെയുള്ള യോഗ തീരുമാനങ്ങളും വളരെ ശ്രേയസ്കരമായി വിജയകരമായി മുന്നോട്ട് പോകുന്നു. 543-ൽ 440 സീറ്റിലും ഞങ്ങൾക്കൊരു സ്ഥാനാർത്ഥിയെ ഉണ്ടാകൂ എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങളുടെ പ്രവർത്തനം. ഒരു സംശയം വേണ്ട, അത് വളരെ കൃത്യമായ രാഷ്ട്രീയം ഞങ്ങൾ മുന്നോട്ട് വയ്ക്കും. അത് ജനം ഏറ്റെടുക്കും. ഇവർ ക്ഷേത്രമോ പള്ളിയോ എന്ത് വേണേ പറഞ്ഞോട്ടെ. ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഇവിടുത്തെ സാധാരണക്കാരൻ്റെ നിത്യജീവിതത്തെ ബാധിക്കുന്ന നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർദ്ധനവിനെ കുറിച്ചാണ്. അവൻ്റെ അടുക്കളയിൽ അവൻ ഉപയോഗിക്കുന്ന ഗ്യാസിൻ്റെ വിലയെക്കുറിച്ചാണ്. വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാർ തൊഴിൽ തേടി ഈ രാജ്യം വിട്ടുപോകുന്നതിനെ കുറിച്ചാണ് ഞങ്ങൾക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഈ രാജ്യത്ത് ദുരിതം അനുഭവിക്കുന്ന കർഷകരെ കുറിച്ചാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വംശങ്ങളുടെ പേരിൽ, ജാതിയുടെ മതത്തിന്റെ പേരിൽ ഇവർ ആക്രമിക്കുന്ന ആളുകളെ കുറിച്ച് അവരെ ചേർത്ത് പിടിക്കുന്ന രാഷ്ട്രീയമാണ് പോകുന്നത്. ജനകീയ ഇവർ പല പ്രൊപ്പഗണ്ടയായിട്ട് വരും. ശ്രീ ജോർജ് പൊടിപ്പാറ, ഇന്നലെ അയോധ്യയിൽ ഈ ക്ഷേത്ര ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള ചില ഇൻഫ്രാസ്ട്രക്ചർ പദ്ധതികളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു. ഒരു വിമാനത്താവളം, 5-6 ട്രെയിനുകൾ ഒക്കെ നിർവഹിച്ചു. അതിനുശേഷം മോദി പോയത് ഈ ഉജ്ജ്വല യോജനയിലെ ഗുണഭോക്താക്കളിൽ ഒരാൾ ആയ ഒരു ദലിത് കുടുംബത്തിലേക്കാണ്. അവിടെ ചെന്ന് അദ്ദേഹം അവരോടൊപ്പം ചായ കുടിച്ചു, അവരോട് സംസാരിച്ചു. അതിന് വീഡിയോ ഒക്കെ വ്യാപകമായി പ്രചരിക്കപ്പെട്ടു. അപ്പോൾ ഇവിടെ അനിൽ ബോസ് പറഞ്ഞു നിർത്തിയതെന്ന് ചോദിക്കുകയാണ്, ഒരു വശത്ത് രാമക്ഷേത്രം, മറുവശത്ത് ജനകീയ പ്രശ്നങ്ങൾ. തീർച്ചയായിട്ടും ഇന്ത്യ മുന്നണി മുന്നോട്ട് വയ്ക്കുന്ന അവരുടെ ബൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അനിൽ ബോസ് വിശദമായി പറഞ്ഞ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിനെ മറികടക്കാൻ ഈ രാമക്ഷേത്രം എന്ന പതിറ്റാണ്ടുകൾ നീണ്ട BJP-യുടെ ഈ പ്രകടന പത്രികയിലെ വാഗ്ദാനം കൊണ്ട് സാധിക്കുന്നു. അജിംസേ, അത് വളരെ പെട്ടെന്ന് ഒറ്റ വാക്കിൽ ഉത്തരം പറയാവുന്ന ഒരു കാര്യമല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, രാമൻ നോർത്ത് ഇന്ത്യയിലെങ്കിലും വലിയൊരു വികാരമാണ്. നോർത്ത് ഇന്ത്യയിലെ ജനസംഖ്യയിൽ മഹാഭൂരിപക്ഷവും ഹിന്ദുക്കളാണ്. ആ ഹിന്ദു സമൂഹം രാമഭക്തരാണ്. രാമനെ എന്താ പറയാ, ശരിക്കും ദൈവമായി കാണുന്നവരാണ്. അപ്പോൾ രാമക്ഷേത്രം പടുത്തുയർത്തി തെരഞ്ഞെടുപ്പിന് 2, 3, 4 മാസം മാത്രം ബാക്കി നിൽക്കുമ്പോൾ ആ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച്
അയോധ്യയെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച റെയിൽവേ സ്റ്റേഷനും ഇന്ത്യയിലെ ഏറ്റവും മികച്ച വിമാനത്താവളങ്ങളിലും ഒന്നും ഒക്കെ ഉണ്ടാക്കി 15,000 കോടിയുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിനുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ച് തീർച്ചയായിട്ടും ഇതെല്ലാം തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള വളരെ സമർത്ഥമായ നീക്കങ്ങളാണെന്നുള്ളത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിൽ, നമ്മൾ ഇതിനു മുമ്പുള്ള തെരഞ്ഞെടുപ്പുകളിലെല്ലാം BJP തെരഞ്ഞെടുപ്പിന് വേണ്ടി ചില വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചിരുന്നു. അതിൽ രാമക്ഷേത്ര നിർമ്മാണം അടക്കം, അതുപോലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ പുൽവാമയിലെ അവിടെയെല്ലാം ദേശീയത ഉയർത്തിപ്പിടിച്ചു. അതുപോലെ തന്നെ ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രത്തിന്റെ പാരമ്പര്യം, ആ ഒരു ഹിന്ദുത്വം, ഇങ്ങനെ ഈ സംസ്കാരം, ഇതെല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വൈകാരികത സൃഷ്ടിച്ച് വോട്ടാക്കി മാറ്റാനുള്ള BJPയുടെ സാമർഥ്യത്തെ നമ്മൾ വില കുറച്ച് കണ്ടിട്ട് കാര്യമില്ല. ഇത് മറ്റൊരു വൈകാരികതയാണ് ഈ തെരഞ്ഞെടുപ്പിൽ BJP മുന്നോട്ട് വെക്കുന്നത്. അത് രാമൻ, ഇന്ത്യക്കാർ ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന രാമൻ എന്ന് പറയുന്ന ദൈവ സങ്കല്പം അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ച്. അത് ഇപ്പൊ പ്രതിപക്ഷ നേതാക്കൾ, ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം അല്ലെങ്കിൽ ആ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് ബഹിഷ്കരിക്കുമ്പോൾ, ഇപ്പൊ കോൺഗ്രസ് ആണ് അതിൽ ഏറ്റവും കൂടുതൽ ഡൈലമയിലെത്തി നിൽക്കുന്നത്. പോയാൽ ഇന്ത്യ മുന്നണിയിൽ തന്നെ വലിയ വിള്ളലിന് കാരണമാകുന്നു. കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ ഒരുപക്ഷെ അത് തിരിച്ചടിയായേക്കാം. പോകാതിരുന്നാൽ അത് ഏറ്റവും വലിയ ഒരു എന്താ പറയാ തെരഞ്ഞെടുപ്പ് വിഷയമായിട്ട് നോർത്ത് ഇന്ത്യയിൽ കോൺഗ്രസിനെതിരെയുള്ള വലിയ ആയുധമായിട്ട്, ഒരുപക്ഷെ ചക്രായുധം പോലെ മാരകശേഷിയുള്ള ആയുധമായിട്ട് അത് ഉപയോഗിക്കപ്പെടാനും സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് രാമനെ മാത്രം മുൻനിർത്തിക്കൊണ്ട് BJPക്ക് ജയിക്കാൻ കഴിയുമെന്നുള്ള അജിംസന്റെ ചോദ്യം, BJP ഈ വൈകാരികത വല്ലാതെ ഉയർത്തിപ്പിടിച്ചാൽ ആ വൈകാരികതയിൽ വീഴുന്നവരാണ് ഇന്ത്യൻ ജനതയെങ്കിൽ, പ്രത്യേകിച്ച് ഹിന്ദി ഹൃദയഭൂമിയിലെയും UP അടക്കമുള്ള, അതുപോലെ തന്നെ മറ്റ് നോർത്ത് ഈസ്റ്റിലെയും അതുപോലെ വെസ്റ്റേൺ ഗുജറാത്ത് അടക്കമുള്ള സംസ്ഥാനങ്ങളിലും ഒക്കെ അതൊരു വലിയ വോട്ട് വിഷയമായി മാറും, വോട്ട് ക്യാച്ചിങ് വിഷയമായി മാറും എന്നുള്ളത് സംശയമില്ല. പക്ഷെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതുപോലെ തന്നെ നീറുന്ന പ്രശ്നങ്ങൾ മറ്റ് അനവധിയുണ്ട്. ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് നേരത്തെ വിശദീകരിച്ചു. വിലക്കയറ്റം, തൊഴിലില്ലായ്മ, ചെറുപ്പക്കാരുടെ അവരുടെ എന്താ പറയാ, അവർ മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നു ജീവിതം അന്വേഷിച്ച്. അതുപോലെ തന്നെ വാഗ്ദാനങ്ങൾ പലതും, പെട്രോളിന്റെ വിലക്കയറ്റം, ഗ്യാസിന്റെ വിലക്കയറ്റം, അതുപോലെ കാർഷിക മേഖല അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ, ജീവിക്കാൻ കഴിയാത്ത ഒരു വിഭാഗം വലിയ തോതിൽ ജീവിതത്തിൽ വിജയിക്കുന്നു. നമ്മളിത് അംഗീകരിക്കാം. കാരണം ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് BJPയുടെ ഭരണത്തിന് കീഴിൽ സെൻസെക്സും അതുപോലെ തന്നെ ഷെയർ മാർക്കറ്റിലും ഒക്കെ കോടാനുകോടികൾ, ലക്ഷോപലക്ഷം കോടികളുടെ വളർച്ചയുണ്ടായി. ഇടത്തരക്കാരന്റെയും ഉയർന്ന മധ്യവർഗത്തിന്റെ മുകളിലുള്ളവരുടെയും കൈകളിലേക്ക്, അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് അല്ലാതെ പൂജ്യങ്ങൾ പെരുകി. അതൊക്കെ ശരി തന്നെ. അത് വ്യാപാരികളെയും അതുപോലെ തന്നെ മധ്യവർഗത്തെയും ഉപരിവർഗത്തെയും എല്ലാം BJPയുടെ ആരാധകരാക്കി മാറ്റിയിട്ടുണ്ട് എന്നുള്ളത് സത്യം. അത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. പക്ഷെ അതിനൊക്കെ ഒരു കൗണ്ടറായിട്ട് അടിസ്ഥാന വർഗത്തിന്റെ പ്രശ്നങ്ങൾ, ഇവിടുത്തെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ, ഇവിടുത്തെ കർഷകരുടെ പ്രശ്നങ്ങൾ, കർഷക തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ, ഇതെല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ 26 കക്ഷികൾ അവരുടെ ഈഗോ മാറ്റിവെച്ച് ഒരു യഥാർത്ഥ പോരാട്ടത്തിന് തയ്യാറായാൽ ചിത്രം മാറും. മരണങ്ങളെക്കുറിച്ചുള്ള ജസ്റ്റിസ് ലോയയുടെയും മറ്റുമുള്ള മരണങ്ങളെക്കുറിച്ചുള്ള പരാമർശത്തിൽ കോടതിയുടെ വിധികൾ വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ദുരൂഹമായി നിൽക്കുന്ന ഒരു മരണം 1968 മരിച്ച BJPയുടെ ഐഡിയോളജിയുടെ ഉപജ്ഞാതാവ് ദീൻ ദയാൽ ഉപാധ്യായാണ്. അദ്ദേഹത്തെ കൊന്നതാണ് എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ആരാണ് കൊന്നത് എന്ന് കണ്ടെത്താൻ ഇനിയും 9 വർഷം BJP ഒറ്റയ്ക്ക് ഭരിച്ചിട്ട് പോലും സാധിച്ചിട്ടില്ല. ആ മരണത്തിൽ എന്ത് സംഭവിച്ചു എന്ന് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടത് മഹാരാഷ്ട്രയിലെ കോൺഗ്രസ്സുകാരാണ് എന്നതും ഈ ഘട്ടത്തിൽ ഓർമ്മിക്കേണ്ട ഒരു കാര്യമാണ്. വളരെ നന്ദി ശ്രീ പ്രിന്റു മഹാദേവ്, ശ്രീ അനിൽ ബോസ്, ശ്രീ ജോർജ് പൊടിപ്പാറ ഇത്രയും സംസാരിച്ചതിന്.